വാട്ട് ഈസ് ദി പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു, എന്താണ്, ആരാണ് മരണപ്പെടുന്നത്? നമുക്കറിയാം, ഉത്തരം വന്നു കിടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെ തളർത്താനല്ല, മറിച്ച് നിങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ളൊരവസരമാണ്. ഏത് ദുഷ്കരമായ അവസ്ഥയിലും അടിയറവ് പറയില്ല എന്ന ഉറച്ച തീരുമാനം, അതാകട്ടെ നിങ്ങളുടെ ശക്തി. എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൻ്റെ റിവിഷൻ ക്ലാസ്സാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ബേസിക് ടോപ്പിക്കുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ആമുഖത്തിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തീർത്തത്. അത് പൂർണ്ണമായില്ല, സെക്കൻഡ് പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് പൂർണ്ണമായി ഒരു ഘട്ടത്തിൽ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. സെക്കൻഡ് പാർട്ട് കൂടി പഠിക്കുമ്പോഴേ ആ പാഠഭാഗം പൂർണ്ണമാവുകയുള്ളൂ. പക്ഷേ നമ്മൾ പഠിച്ചതുവരെ ഉള്ള ഭാഗത്ത് നിന്ന് ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതും NCERT SCERT പാഠഭാഗങ്ങളിൽ ഉൾപ്പെട്ടതുമായ വിവരങ്ങൾ അടങ്ങിയ ഒരു റിവിഷൻ ക്ലാസ്സാണ് ഇന്നത്തേത്. അപ്പോൾ ഇതിനകത്ത് MCQ ഉണ്ട്, PYQ ഉണ്ട്, പാഠപുസ്തകത്തിൽ നിന്നുള്ള വിശദാംശങ്ങളുണ്ട്. എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിവിഷൻ ക്ലാസ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രയോജനപ്രദമാകും. വളരെ വ്യക്തതയോടുകൂടി തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് കടക്കാം. റെഡിയല്ലേ എല്ലാവരും? യെസ്, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് പറഞ്ഞു പോകാം. വളരെ സിമ്പിളാണ്. നമ്മുടെ ആദ്യ ക്ലാസ് കണ്ടവർക്ക്, ആമുഖത്തിൻ്റെ ക്ലാസ് കണ്ടവർക്ക് ഈ ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് ദി പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? വാട്ട് ഈസ് ദി പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയിലെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ അപ്പൻഡിക്സ് ആണോ, ആൻ അമെൻമെൻ്റ് ആണോ, ആൻ ഇൻട്രൊഡക്ഷൻ ഓർ പ്രിഫേസ് ആണോ, എ ഷെഡ്യൂളാണോ? എല്ലാവർക്കും അറിയാം. ആൻ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു, അനുബന്ധമാണ്. ആമുഖം എല്ലാം കഴിഞ്ഞ് അവസാനം അനുബന്ധമായി കൊടുത്തിരിക്കുന്ന ഭാഗമാണ്. അല്ലെങ്കിൽ ഭരണഘടന എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഭരണഘടനയിലെ വിശദാംശങ്ങളെല്ലാം തന്നിട്ട് അവസാനമായിട്ട് ഒരനുബന്ധമായി കൊടുത്തിരിക്കുന്ന ഭാഗമാണോ? ഒരിക്കലുമല്ല. ആൻ അമെൻമെൻ്റ് ആണോ? ഇതെന്തെങ്കിലും ഒരു ഭേദഗതിയാണോ? അല്ലേ അല്ല. പക്ഷെ എന്താണത്? ആൻ ഇൻട്രൊഡക്ഷൻ ഓർ പ്രിഫൈസ്. നമ്മൾ പറഞ്ഞു, ഇൻട്രൊഡക്ടറി പാർട്ട് അല്ലെങ്കിൽ പ്രിഫൈസ് വിത്ത് വിച്ച് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ബിഗിൻസ് ഈസ് പ്രിയാമ്പിൾ എന്ന് നമ്മൾ പഠിച്ചു ആദ്യ ക്ലാസ്സിൽ. ഭരണഘടനയുടെ തുടക്കം, എസൻസ്, ആ ഭരണഘടനയുടെ പ്രതിപാദ്യം എല്ലാം ഒന്ന് ചുരുക്കി പ്രദർശിപ്പിക്കുന്ന ആ പ്രിഫൈസ് അഥവാ ആൻ ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ആമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ആൻസർ ഇവിടെ സി ആണ്. ആൻ ഇൻട്രൊഡക്ഷൻ ഓർ എന്താണ്? പ്രിഫൈസ്. ആൻസർ നോക്കൂ, സി അല്ലേ? വളരെ വ്യക്തമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സിമ്പിളാണ്, നിങ്ങൾക്കറിയാം. നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു പോകാം, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. അടുത്ത് നോക്കൂ, ഫ്രം വിച്ച് കൺട്രി ഡിഡ് ഇന്ത്യ ബോറോ കൺസെപ്റ്റ് ഓഫ് പ്രിയാമ്പിൾ? പ്രിയാമ്പിൾ എന്ന കൺസെപ്റ്റ് ഇന്ത്യ എവിടെ നിന്ന് കടം വാങ്ങി? UK നിന്നാണോ, USA നിന്നാണോ, ഫ്രാൻസിൽ നിന്നാണോ, റഷ്യയിൽ നിന്നാണോ? UK, ബ്രിട്ടനിൽ നിന്നാണോ, അതോ USA നിന്നാണോ, ഫ്രാൻസിൽ നിന്നാണോ, റഷ്യയിൽ നിന്നാണോ? നമ്മൾ പഠിച്ചു, ഒരു ലിസ്റ്റ് ഞാൻ തന്നു ആ ക്ലാസ്സിൽ. USA നിന്ന് കടം വാങ്ങിയ കാര്യങ്ങൾ, അതിൽ ആദ്യം പറഞ്ഞത് പ്രിയാമ്പിൾ തന്നെയാണ്. അപ്പോൾ ഇത് ഐഡിയ പ്രിയാമ്പിൾ ഇന്ത്യ ബോറോഡ് ഫ്രം USA. അമേരിക്കൻ ഭരണഘടന ആദ്യമായിട്ട് ആമുഖം ഉൾപ്പെടുത്തിയ ലോകരാഷ്ട്രമാണ് അമേരിക്കൻ ഭരണഘടന എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ നിന്നാണ് ആശയം നമ്മൾ കടം വാങ്ങിയത്. പക്ഷേ ആശയമേ കടം വാങ്ങിയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ തയ്യാറാക്കിയൊരു മനുഷ്യനുണ്ട്. ആർക്കിടെക്റ്റ് ഓഫ് പ്രിയാമ്പിൾ എന്ന് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നു. ജവഹർലാൽ നെഹ്റു ആണത്.
ഓർത്തുകൊള്ളുക ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ USA നിന്നാണ്. ബ്രിട്ടനിൽ നിന്ന് കടം വാങ്ങിയതൊക്കെ നമ്മൾ പല അവസരങ്ങളിൽ പറയേണ്ടതായിട്ടുണ്ട്. ബ്രിട്ടനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കടം വാങ്ങി. പാർലമെൻ്ററി സമ്പ്രദായം UK നിന്ന് കടം വാങ്ങിയതാണ്. പാർലമെൻ്ററി സമ്പ്രദായം, ബൈക്യാമറലിസം അല്ലേ, പാർലമെൻ്ററി സിസ്റ്റം, ബൈക്യാമറലിസം, ക്യാബിനറ്റ് സിസ്റ്റം, ഇലക്ട്രൽ സിസ്റ്റം, എനാക്ട്മെൻറ്റ് ഓഫ് ലോ, റൂൾ ഓഫ് ലോ, റിട്സ്, ഓഫീസ് ഓഫ് CAG, സ്പീക്കർ എക്സെട്ര ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കടം വാങ്ങി. അത് മറ്റൊരു അവസരത്തിൽ നമ്മൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഈ ടോപ്പിക്ക് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സിറ്റിസൺഷിപ്പാണ്. അവിടെ സിംഗിൾ സിറ്റിസൺഷിപ്പാണ് നമുക്കുള്ളത്. അത് കടം വാങ്ങിയത് ബ്രിട്ടനിൽ നിന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ബ്രിട്ടനിൽ നിന്ന് കടം വാങ്ങിയതിൻ്റെ ഒരു ലിസ്റ്റ് കൂടി ഞാൻ തരാം. അങ്ങനെ പഠിച്ച് പോകാം, നമുക്ക് എളുപ്പം മനസ്സിലാകും. ഇപ്പോൾ USA, ഫ്രാൻസിൽ നിന്ന് പ്രത്യേകിച്ച് കടം വാങ്ങിയ പ്രധാനപ്പെട്ട കാര്യം റിപ്പബ്ലിക്കാണ്. റിപ്പബ്ലിക്, പിന്നെ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മിച്ചാൽ മതി. ഫ്രാൻസിൽ നിന്ന് കടം വാങ്ങി പ്രധാനപ്പെട്ട കാര്യങ്ങൾ: റിപ്പബ്ലിക് എന്ന ആശയം കടം വാങ്ങി, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്. റഷ്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ പഴയ റഷ്യ, സോവിയറ്റ് റഷ്യയിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ കടം വാങ്ങിയത്. ജസ്റ്റ് അത് ഓർമ്മിച്ചോളൂ. അതാത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ വിശദമായി തന്നെ ഓരോ രാജ്യത്ത് നിന്ന് കടം വാങ്ങിയത് പറയാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? പ്രിയാമ്പിൾ എന്ന കൺസെപ്റ്റ് കടം വാങ്ങിയത് USA നിന്നാണ്. USA എന്ന് കൊടുത്തിരിക്കുന്നത് ഏതാണ്? B ഓപ്ഷനാണ്. അപ്പോൾ ആൻസർ എന്താണ്? B ആണ് വരുന്നത്. നിങ്ങൾക്കറിയാം, USA. നെക്സ്റ്റ് ചോദ്യം, ഹൂ ഡ്രാഫ്റ്റഡ് ആൻഡ് മൂവ്ഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. നമ്മൾ ഒരുപാട് തവണ വിശദീകരിച്ചതാണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജവഹർലാൽ നെഹ്റു, ആർക്കിടെക്റ്റ് ഓഫ് പ്രിയാമ്പിൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഡേറ്റുകളും ഓർത്തോളൂ. 1946 December 13 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ചെയ്തത്. എന്നാൽ 1947 January 22 അത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ച. രണ്ട് ഡേറ്റുകളോട് ഓർമ്മിക്കുക. അപ്പം ആർക്കിടെക്റ്റ് ഓഫ് പ്രിയാമ്പിൾ ജവഹർലാൽ നെഹ്റു ഇൻട്രൊഡ്യൂസ്ഡ് പ്രിയാമ്പിൾ ഇൻ 1946 December 13. Then Constituent Assembly approved objective resolution in 1947 January 22. ക്ലിയർ അല്ലേ? ഓർത്തുകൊള്ളുക. അപ്പോൾ ആ പേരുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്ന പേരുകൾ വേണമെങ്കിൽ ഓരോ ചോദ്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. സർദാർ വല്ലഭായ് പട്ടേൽ, ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി. അപ്പോൾ ഈ മൂന്ന് പേരെ നമുക്ക് ശില്പികളെന്ന് പറഞ്ഞു പഠിക്കാം. അംബേദ്കർ, ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സർദാർ വല്ലഭായ് പട്ടേൽ, ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ജവഹർലാൽ നെഹ്റു, ആർക്കിടെക്റ്റ് ഓഫ് പ്രിയാമ്പിൾ. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? അപ്പോൾ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ, ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ, ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഞാൻ ഈ പറഞ്ഞ 4 ചോദ്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. 4 പേരെക്കുറിച്ച് നിങ്ങൾ ഓർത്തു വയ്ക്കണം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ച് സ്ഥിരം ചോദിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാര് അഥവാ ചെയർമാൻ ആര്? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ C ആണ്. ജവഹർലാൽ നെഹ്റു, ആർക്കിടെക്റ്റ് ഓഫ് പ്രിയാമ്പിൾ. ആരാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ചെയ്തത്? ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നോക്കൂ, വെൻ വാസ് ദി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ്ഡ് എന്നാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു. 1946 December 13. അപ്പോൾ D ആണ് ഇവിടുത്തെ ഓപ്ഷൻ. 1946 December 13. ആൻസർ എന്താണ്? D ആണ് ഇവിടെ ആൻസറായി വരുന്നത്. ഈ ബാക്കിയുള്ള ഓപ്ഷനും കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോകാം. നോക്കൂ, 1950 January 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം. 1947 August 15 സ്വാതന്ത്ര്യദിനം, എല്ലാവർക്കും അറിയാം. 1947 January 22 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വാസ് അപ്രൂവ്ഡ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അംഗീകരിച്ചത്. മൂവ് ചെയ്തത് എന്താണ്? 1946 December 13. ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുമ്പിൽ
ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. അതാണ് നമ്മുടെ ഉത്തരം. ക്ലിയർ അല്ലേ? ബാക്കി 4 ഡേറ്റും ബാക്കി 3 ഡേറ്റും കൂടെ ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ, അതുകൂടി മനസ്സിലിട്ടുകൊള്ളുക. അടുത്ത ചോദ്യം നോക്കാം. വെൻ വാസ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ്ഡ്? അത് തന്നെ ഇപ്പം പറഞ്ഞത്, അംഗീകരിച്ചത്. മൂവ് ചെയ്ത് നേരത്തെ പറഞ്ഞു. പാസ് ചെയ്തത് തീർച്ചയായിട്ടും ബി ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞാണ് 1947 ജാനുവരി 22. 1947 ജാനുവരി 22. അടുത്ത ചോദ്യം നോക്കാം. ഹൂ ഈസ് കൺസിഡേർഡ് ദി ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ പ്രിയാമ്പിൾ? ഒരുപാട് തവണ പറഞ്ഞതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൻ്റെ ആർക്കിടെക്റ്റ് ജവഹർലാൽ നെഹ്റു. സി ഓപ്ഷൻ തന്നെയാണ്, ജവഹർലാൽ നെഹ്റു. ഒരു സംശയമുള്ള സി ഓപ്ഷൻ തന്നെയാണ്. വെൻ ഡിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്, അപ്രൂവ് ചെയ്തതല്ല, നിലവിൽ വന്നതാണ് ഇവിടെ ചോദ്യം വരുന്നത്. നിലവിൽ വന്നത് എന്നാണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യൻ ഭരണഘടന 1950 ജാനുവരി 26 അല്ലേ? അപ്പോൾ സി ഓപ്ഷൻ അല്ലേ? 1950 ജാനുവരി 26 ആണ്. സി ഓപ്ഷനാണ് ഇവിടെ ആൻസറായി വരുന്നത്. വേറെ ഒന്നും ഇവിടെ പറയാനില്ല. ബാക്കി ഡേറ്റുകൾ സ്വാതന്ത്ര്യദിനം ആണെന്നറിയാം, 15 ഓഗസ്റ്റ് 1947. അടുത്തത് നവംബർ 26 1949 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഒഫീഷ്യലി അപ്രൂവ്ഡ്. ഇനി രണ്ടാം പാർട്ട് പ്രിയാമ്പിൾ പഠിക്കുമ്പോൾ ഈ ഡേറ്റ് നമ്മൾ ഒന്നുകൂടി അടിവരയിട്ട് പറയും. ആമുഖത്തിലുൾപ്പെട്ട ഏക തീയതിയാണ് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസം. ആ ഒരൊറ്റ തീയതി മാത്രമേ ആമുഖത്തിലുള്ളൂ. അത് നമ്മൾ സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ വിശദമായി പറയാം. 1950 ജാനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമാണ്. 1949 ഇത് വേണ്ട, ഇത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ ക്ലിയർ അല്ലേ? ഈ ചോദ്യം ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഹൂ ഒപ്പോസ്ഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? നമ്മൾ ആ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ വിശദമായി പറഞ്ഞാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുമ്പിൽ 1946 ഡിസംബർ 13 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് സഭ കൂടിയപ്പോൾ ഒരു അംഗം എണീറ്റ് നിന്ന് പറഞ്ഞു, ഭരണഘടന നോക്കൂ, നമ്മുടെ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ തെറ്റ്, നിയമവിരുദ്ധം, അപകടകരം. പറഞ്ഞ ആളാരാണ്? മുകുന്ദ് രാം റാവു ജയകർ. മുകുന്ദ് രാം റാവു ജയകർ. ഉണ്ടോ അങ്ങനെ പേര്? ഉണ്ട്. ബി ഓപ്ഷൻ. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ബി, മുകുന്ദ് രാം റാവു ജയകർ. മറക്കരുത്. അപ്പോൾ ബാക്കി 3 പേരും കൂടെ ആരാണെന്ന് നമുക്കൊന്ന് നോക്കിപ്പോകാം. ടി കൃഷ്ണമാചാരി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഒരംഗമാണ് എന്ന് മാത്രം പഠിച്ചാൽ പോരാ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരംഗം മരണപ്പെട്ടതിന് ശേഷം ആ സ്ഥാനത്തേക്ക് വന്നതാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു, എന്താണ്, ആരാണ് മരണപ്പെട്ടത്? DP കെയ്ത്താൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായിരുന്ന് മരണപ്പെട്ടു പോയ DP കെയ്ത്താന് പകരം വന്നത്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായിരുന്ന DP കെയ്ത്താന് പകരം വന്ന വ്യക്തി ആര്? TT കൃഷ്ണമാചാരി. വെരി ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, മറക്കരുത്. മുകുന്ദ് രാം റാവു ജയകർ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. HC മുഖർജി ആരാണ്? HC മുഖർജി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ, വൈസ് ചെയർമാൻ. ഒരാൾ കൂടിയുണ്ട്, VT കൃഷ്ണമാചാരി എന്ന മറ്റൊരാൾ കൂടിയുണ്ട്, ഉപാധ്യക്ഷൻ. 2 പേരുണ്ടായിരുന്നതിൽ. പക്ഷേ വൈസ് ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന ചോദ്യത്തിന് PSC സ്ഥിരം കൊടുക്കുന്ന ഉത്തരം ഇതാണ്, HC മുഖർജി. അതുകൊണ്ട് പഠിച്ചു വെച്ചോളൂ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനാര്? HC മുഖർജി. 2 പേരുണ്ട്. മറ്റൊരാൾ VT കൃഷ്ണമാചാരി. TT കൃഷ്ണമാചാരി അല്ല. KM മുൻഷി ആരാണ്? KM മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരംഗമായിരുന്നു. 7 അംഗങ്ങളുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മറ്റൊരംഗമായിരുന്നു KM മുൻഷി. ഇത്രയേ ഉള്ളൂ ഇവരെക്കുറിച്ച് ഓർക്കേണ്ടത്. നമ്മൾ നേരത്തെ പഠിച്ച അസംബ്ലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞു പോവുകയാണ്. കാരണം ഇങ്ങനൊരു ഓപ്ഷൻ വരുമ്പം ആ ഓപ്ഷൻ എല്ലാം കൂടി ഒന്ന് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഗുണകരമാകും. പഠിച്ച കാര്യങ്ങളൊന്ന് ഓർക്കാൻ കഴിയും. നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്.
ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. വിച്ച് കേസ് ഫസ്റ്റ് റൂൾഡ് ദാറ്റ് പ്രിയാമ്പിൾ ഈസ് നോട്ട് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? വിച്ച് കേസ് ഫസ്റ്റ് റൂൾഡ് ദാറ്റ് പ്രിയാമ്പിൾ ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിൽ? ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിൽ? ഓർമ്മയുണ്ടോ പഠിച്ചത്? ഏത് കേസിലാണ്? ഗോലഖ്നാഥ് കേസാണോ, ബെറുബാരി കേസാണോ, മിനർവ മിൽ കേസാണോ, കേശവാനന്ദി ഭാരതി കേസാണോ? ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന്, നോട്ട്, വലിയ അക്ഷരത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ, നോട്ട് ദി പാർട്ട് ഓഫ് ആൻഡ് നോട്ട് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. തീർച്ചയായിട്ടും 1960 ബെറുബാരി കേസ് എന്നല്ലേ നമ്മൾ പഠിച്ചത്? അപ്പോൾ ബി ഓപ്ഷൻ അല്ലേ ഇവിടെ ആൻസറായി വരുന്നത്? നമുക്ക് നോക്കാം, ബി ഓപ്ഷൻ തന്നെയാണ്. ബാക്കി കേസുകളും കൂടി ഒന്ന് നമുക്കൊന്ന് നോക്കിപ്പോകാം. ഗോലഖ്നാഥ് കേസ് 1967 ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാണ്. മൗലികാവകാശങ്ങളുടെ വ്യാഖ്യാനം, ഭരണഘടനാ വ്യാഖ്യാനം വിഷയമായ കേസാണ്. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ പാർലമെൻറ്റിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ്. ക്ലിയർ ആയല്ലോ? ബെറുബാരി കേസ് നമ്മൾ പറഞ്ഞു. കേശവാനന്ദ ഭാരതി കേസ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് വിധിച്ച കേസ്. അതുപോലെ തന്നെ ബേസിക് സ്ട്രക്ചർ, ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്നൊരു ആശയം സുപ്രീം കോടതി മുന്നോട്ട് വെച്ച കേസ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെൻറ്റ് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ക്ലിയറായി ഓർത്തു വെച്ചുകൊള്ളുക. അപ്പം ഈ കേസ് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ നേരത്തെ പറഞ്ഞു അതിനെ മറികടക്കാൻ ഒരു ഭേദഗതി നിയമം വന്ന കാര്യം നമ്മൾ പറഞ്ഞു. 24ാം ഭേദഗതി 1971. ഇനി നോക്കൂ, 1980 മിനർവ മിൽ കേസ്. മിനർവ മിൽ ലിമിറ്റഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു കേസ് 80 കേസാണ്. ആ 80 കേസിൽ പറയുന്നൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അതായത് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്, പക്ഷേ ഭേദഗതി ഭരണഘടനയുടെ അന്തസത്തയെ മറികടന്നുകൊണ്ടാകരുത് എന്ന് പറഞ്ഞ ഒരു കേസാണ് മിനർവ മിൽ കേസിൽ. 80 മിനർവ മിൽ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്, വിധി ഇതായിരുന്നു: ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെങ്കിലും ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് വിരുദ്ധമായി എന്ന് പറഞ്ഞാൽ ഒരു അനന്തമായ അവകാശമൊന്നും പാർലമെൻറ്റിനില്ല. തോന്നിയതുപോലെ ഭേദഗതി ചെയ്യാനുള്ള അവകാശമൊന്നും പാർലമെൻറ്റിനില്ല. അത് ഭരണഘടനയുടെ അന്തസത്തയെ മാനിച്ചുകൊണ്ടുള്ള ഭേദഗതി ആയിരിക്കണം, വളരെ നിയന്ത്രിതമായ രീതിയിലുള്ള ഭേദഗതി ആയിരിക്കണം വരേണ്ടതെന്ന് ഓർമ്മിപ്പിച്ച വിധി പ്രഖ്യാപിച്ച കേസാണ് മിനർവ മിൽ കേസ്. 1980 കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. നമ്മൾ ഈ ഓപ്ഷനിൽ പറയുന്ന എല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ നമുക്ക് പോകാം. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, ഇൻ വിച്ച് ഇയർ വാസ് ദി ബെറുബാരി കേസ് ഡിസൈഡഡ്? നമുക്കറിയാം, ഉത്തരം വന്ന് കിടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം 60 ബെറുബാരി കേസ് 1960 നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത് നോക്കൂ, വിച്ച് കേസ് ഡിക്ലെയർഡ് ദി പ്രിയാമ്പിൾ ആസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ്. പക്ഷേ ഇവിടെ 2 ഉത്തരം കിടക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചിലപ്പം ചോദ്യങ്ങൾ വന്ന് നമ്മളെ കുഴപ്പിച്ച് കളയും. നമ്മൾ 2 കേസിൽ ഇങ്ങനെ ഒരു വിധി വന്നു എന്ന് പറഞ്ഞു, കേശവാനന്ദ ഭാരതി കേസും LIC കേസും. പക്ഷെ ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതെന്ന് വെച്ചാൽ കേശവാനന്ദ ഭാരതി കേസ് ഉണ്ടെങ്കിൽ അത് തന്നെ ഉത്തരം എഴുതണം. അതിനെ ഒന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് LIC കേസ് വന്നത്. ഇവിടെ നിങ്ങൾക്ക് സംശയം തോന്നാം, LIC കേസിലും അത് പറഞ്ഞില്ലേ? ഉണ്ട്. പക്ഷെ കേശവാനന്ദ ഭാരതി കേസ് ഓപ്ഷനിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഉത്തരം നമുക്ക് LIC കേസ് എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഏതൊക്കെ കേസുകളിലാണ് എന്ന് ചോദിച്ചിരുന്നെങ്കിലും നമുക്ക് 2 കേസും പറയാമായിരുന്നു. ഇവിടെ ABCD എന്നുള്ള ഒറ്റ ഓപ്ഷനാണ് ആൻസറായിട്ടുള്ളത്. ഈ ചോദ്യത്തിൻ്റെ ഘടന മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇങ്ങനെ ചോദ്യം വന്നാൽ ഒരു സംശയം വേണ്ട, 73 കേശവാനന്ദ ഭാരതി കേസ് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ആമുഖം ഭരണഘടനയുടെ ഇൻ്റഗ്രൽ പാർട്ടാണെന്ന് പറഞ്ഞത് ഇവിടെ ഉത്തരം എന്താണ്? C ആണ്, കേശവാനന്ദ ഭാരതി കേസാണ്. ക്ലിയർ അല്ലേ? ഇതും
ഓർത്തോളുക, ഈ കേസിൽ ഒന്നുകൂടി അത് ഊട്ടി ഉറപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ആദ്യം പ്രഖ്യാപിച്ച കേസായതുകൊണ്ട് കേശവാനന്ദ ഭാരതി കേസ് തന്നെ പരിഗണിക്കുക. അപ്പോൾ അത് നല്ലൊരു ചോദ്യമാണ്. നിങ്ങൾക്കുള്ളൊരു സംശയം ഇവിടെ വെച്ച് ക്ലിയർ ചെയ്യുക. ഇങ്ങനെ രണ്ടും വന്നാൽ ഏതെഴുതും? കേശവാനന്ദ ഭാരതി കേസ് എഴുതാം. ക്ലിയർ അല്ലേ? ഇന്നത്തെ ക്ലാസ് എൻ്റെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ. 3600ന്റെ 15% എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്? 5/6 ഡിവൈഡഡ് ബൈ 2/3. കണ്ടോ, നമ്മൾ 2 ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുവാണേ. ഓരോ മാസവും ജോസഫ് അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പെർസെൻറ്റേജ് ആണ്. ഒരു PSCയുടെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്സിൽ നിന്ന് വരുന്നൊരു ടോപ്പിക്കാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലേ? സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പെർസെൻറ്റേജിനെ കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ എന്താണ് ആ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു വസ്തുവിനെയും അല്ലെങ്കിൽ ഏതൊരു കണ്ടീഷനെയും നമ്മൾ പെർസെൻറ്റേജിൽ പറയുക എന്ന് പറഞ്ഞാൽ 100ഉമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുക, 100ൽ പറയുക. ഇപ്പോൾ ഒരാളുടെ എക്സാമിൻ്റെ മാർക്ക്, ഒരു എക്സാമിൻ്റെ ഒരാൾക്ക് 50ന് 40 മാർക്ക് സ്കോർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം മാർക്കായിരിക്കും അയാൾക്കുള്ളത്? എത്ര ശതമാനമായിരിക്കും? അപ്പോൾ ശതമാനം എന്നുള്ളത് എന്താണ്? പെർസെൻറ്റേജ് അല്ലേ? അതായത് നമ്മൾ 100ൽ പറയുക. ഓക്കെ, അത് മാർക്കാവാം, എന്ത് വേണേലും ആവാം. ഓക്കെ, ഏതൊരു കാര്യത്തിനെയും നമ്മൾ പെർസെൻറ്റേജിൽ പറയുക എന്ന് വെച്ചാൽ 100ഉമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഈ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് കുറേ ടൈപ്പുകളുണ്ട്. അതായത് PSCയിൽ ഇപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ, അതായത് ഒരു പെർസെൻറ്റേജിൻ്റെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ പല ടൈപ്പുകളും നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതാണ്ട് ഒരു 23-24 ടൈപ്പോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഓരോ ടൈപ്പുകളും എന്താണെന്ന് നോക്കി പഠിച്ചു പോവാം. ഓക്കെ, നോക്കിക്കേടാ, ഫസ്റ്റത്തെ ഒരു ടൈപ്പാണ് പറയുന്നത്. നോക്കിക്കേ, മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ പെർസെൻറ്റേജ് ഓഫ് എ നമ്പർ. ഞാനിങ്ങനെ ഓരോ ടൈപ്പാക്കി എഴുതിയെന്ന് വെച്ചിട്ട് അത് കണ്ട് നിങ്ങൾ ഒരുപാട് ഓവർ ടെൻഷനൊന്നും ആവണ്ട. ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓരോ ക്വസ്റ്റ്യൻസിനെയും, ഓരോ മോഡൽ ക്വസ്റ്റ്യൻസിനെയും ഞാൻ ഓരോ ടൈപ്പാക്കി എടുത്തിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഓരോ മെത്തേഡ് പറയുമ്പോഴും ഞാൻ അതിൻ്റെ കൺവെൻഷനലി നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ആ ഒരു ലോജിക്ക് വഴിയുള്ള മെത്തേഡും പറയും, അതുപോലെ ഷോർട്ട് കട്ട് മെത്തേഡും പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതാണ് നിങ്ങൾക്ക് പ്രിഫറബിൾ എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ടൈപ്പാണ് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ പെർസെൻറ്റേജ് ഓഫ് എ നമ്പർ. എങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്? ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഒരാളിന് എക്സാമിന് 100ൽ 50ൽ 40 മാർക്ക് വാങ്ങി. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 100ൽ എത്ര മാർക്കായിരിക്കും, അല്ലേ? അങ്ങനെയൊക്കെ പറയുക. അല്ലെങ്കിൽ അയാളുടെ മാർക്ക് 50ന് 40 മാർക്ക് എന്നുള്ളത് എത്ര പെർസെൻറ്റേജ് ആണ്, എത്ര ശതമാനമാണ്? മനസ്സിലായോ? അത്തരം ക്വസ്റ്റ്യൻസിന് അങ്ങനെയുള്ള രീതിയിൽ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ പെർസെൻറ്റേജ് ഓഫ് എ നമ്പർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണേ, സ്റ്റാർട്ടിങ് തൊട്ട് പറയുവാണേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ, കൂടെ വന്നോ. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പറയുവാണ് കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഫൈൻ 10% ഓഫ് എത്രയാണ്? 4900. 4900 അഥവാ 4900ന്റെ 10% കണ്ടുപിടിക്കുക. എങ്ങനെ ചെയ്യാം നോക്കണേ. ഏതൊരു നമ്പറിൻ്റെയും 10% അല്ലെങ്കിൽ ഏതൊരു നമ്പറിൻ്റെയും എത്ര ശതമാനം ആയിക്കോട്ടെ, കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നോക്കിക്കേ, ആ നമ്പർ ഇപ്പം 4900ൻ്റെ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4900 ഇൻറ്റു 10/100. കണ്ടോ, ഇതായിരിക്കും 4900ന്റെ 10%. മനസ്സിലായോ? അപ്പോൾ ഏതൊരു നമ്പറിൻ്റെയും പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാടാ? ആ നമ്പർ ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണോ അതേ ബൈ 100. അപ്പോൾ 4900 ഇൻറ്റു 10/100 അതായിരിക്കും അതിൻ്റെ 10%. 4900ന്റെ 10%. എങ്ങനെ വരും? 0 കട്ട് ചെയ്തു, ഇവിടെയും 0 കട്ട് ചെയ്തു. 490 ഇൻറ്റു 1, അപ്പോൾ 490 എന്ന് വരും. സോ 4900ന്റെ 10% നമുക്ക് എന്ത് കിട്ടി? 490 കിട്ടി. ഓക്കെ ആണേ? ക്ലിയർ ആണേ? മനസ്സിലായോ? ഓക്കെ, ഇനി വേറെ നമ്പർ ചോദിക്കുകയാണ്. വാട്ട് ഈസ് ദ 15% ഓഫ് 3600? നോക്കിക്കേ, 3600ന്റെ 15% കണ്ടുപിടിക്കണം.
3600ന്റെ 15%. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്? ആ നമ്പർ 3600ന്റെ അല്ലേടാ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3600 ഇൻറ്റു എങ്ങനെ ചെയ്യാം? 15/100. കണ്ടോ? ഓക്കെ അല്ലേ? അപ്പോൾ 0യും 0യും കട്ട് ചെയ്തു. 36 × 15 ചെയ്യാം. 36 × 15. 6 5 30, 5 3 15, 3 18, 1 6 6, 3 8 6 14, 3 1 4 1 5 അല്ലേ? നമുക്ക് എത്ര കിട്ടി? 540 എന്ന് കിട്ടി. കണ്ടോ? ഇങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? ഫസ്റ്റത്തെ ടൈപ്പ് മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ. ഫൈൻഡ് ദ 11 and 1/9% ഓഫ് 3600. കണ്ടോ? നമ്മളിപ്പോൾ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ എന്താണ് വ്യത്യാസം? അതൊരു മിക്സഡ് ഫ്രാക്ഷനിൽ തന്നിരിക്കുന്നു അല്ലേ? നേരത്തെ തന്നത് നോർമൽ ആയൊരു നമ്പർ ആയിരുന്നു. ഇപ്പം നമുക്ക് തന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷനിലാണ്. എന്താണ് ആ മിക്സഡ് ഫ്രാക്ഷൻ? എന്താണ് ആ നോർമൽ ഫ്രാക്ഷൻ? അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനിലുള്ള ഒരാളിനെ നമുക്ക് എങ്ങനെ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പറ്റും? ഇപ്പം ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്കൊരിക്കലും മിക്സഡ് ഫ്രാക്ഷനിലിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതിന് എന്ത് വേണം? നോർമൽ ഫ്രാക്ഷനിലോട്ട് ആക്കണം. അറിയാത്തവരുണ്ടെങ്കിൽ നോക്കുക കേട്ടോ. 11 1/9 അല്ലേടാ മിക്സഡ് ഫ്രാക്ഷൻ. എനിക്കിതിനെ നോർമൽ ഫ്രാക്ഷനിലാക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നോക്കിക്കേ. അതിന് ഞാൻ ചെയ്യുവാണേ. 11 × 9. കണ്ടോ? ഫസ്റ്റ് നമ്മൾ എന്ത് വേണം? ഈ 11നെ ഈ ഡിനോമിനേറ്റർ കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 11 × 9. അതിനോടൊപ്പം എന്ത് വേണം? ഈ ന്യൂമറേറ്ററിൽ ഒരു 1 ഇല്ലേ? ഫ്രാക്ഷനിലെ ന്യൂമറേറ്ററിൽ ഒരു 1 ഇല്ലേടാ? ആ 1നെ അങ്ങ് കൂട്ടണം. അപ്പോൾ 11 × 9 + 1 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ഡിനോമിനേറ്ററിൽ എന്താ കൊടുത്തേക്കുന്നത്? 9 അല്ലേ? അത് അതേപോലെ അങ്ങ് എഴുതി. അപ്പോൾ 11 × 9 + 1/9 എത്ര വരും? 11 × 9 99 + 1/9. 99 + 1 എത്ര? 100. 100/9. കണ്ടോ? ഇപ്പോൾ കണ്ടോടാ, ഈ മിക്സർ ഫ്രാക്ഷനിൽ കിടന്ന 11 and 1/9 എന്നുള്ളത് മൊത്തത്തിൽ രൂപമാറ്റം വന്ന് 100/9 ആയി. അങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷനിലുള്ളതിനെ നമ്മൾ നോർമൽ ഫ്രാക്ഷനിലോട്ട് ആക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയേ? ഓക്കെ. ഇനി ഞാൻ വേറൊരു നമ്പർ പറയാം. അതിനെ നിങ്ങൾ എന്ത് വേണം? മിക്സഡ് ഫ്രാക്ഷൻ ഉള്ളത് നമുക്ക് നോർമൽ ഫ്രാക്ഷനിലാക്കി നോക്കാം. 2 5/3. ഇതാണ് നമ്മുടെ മിക്സഡ് ഫ്രാക്ഷനിലുള്ള നമ്പർ. എങ്ങനെ നോർമൽ ഫ്രാക്ഷനിലാക്കാം? ഫസ്റ്റ് എന്ത് വേണം? ഈ 2 കൊണ്ട് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 3 പ്ലസ് ന്യൂമറേറ്റർ 5 ഡിവൈഡഡ് ബൈ എന്താ ഉള്ളത്? ഡിനോമിനേറ്റർ 3 അല്ലേ? അതുപോലെ എഴുതി. കണ്ടോ? അപ്പോൾ എന്ത് വരും? 3 2 6, 6 + 5 ഡിവൈഡഡ് ബൈ 3 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരും? 11/3 എന്ന് വരും. ഇതാണ് ഈ ഒരു മിക്സഡ് ഫ്രാക്ഷൻ്റെ നോർമൽ ഫ്രാക്ഷൻ. മനസ്സിലായേ? ഓക്കെ. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു മിക്സഡ് ഫ്രാക്ഷനെ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത് എന്നാണ് പറഞ്ഞത്. നമ്മുടെ ക്വസ്റ്റ്യൻ അതൊന്നും അല്ല. എന്താണ്? 11 and 1/9% ഓഫ് 3600 കണ്ടുപിടിക്കണം. മനസ്സിലായോ? നമുക്കതാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ എങ്ങനെയാ ചെയ്യുന്നതെന്ന്? ഓക്കെ. നമുക്ക് എന്താ വേണ്ടേ? 11 and 1/9% ഓഫ് 3600 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിന് പകരം നമ്മൾ 100/9% എന്ന് കണ്ടുപിടിച്ചു. ഇനി അപ്പോൾ എന്താ? 100/9% ഓഫ് 3600 ആണ് നമുക്ക് വേണ്ടത്. 3600ന്റെ 100/9% കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? 3600 × 100/9% അല്ലേ? 100/9%. അപ്പോൾ 100/9/100 അല്ലേ? ഏത് നമ്പറിൻ്റെയും ബൈ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ആ നമ്പർ ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതി അല്ലേ? നോക്കിക്കേ, 100/9/100 എന്ന് വന്നു. നോക്കിക്കേടാ, നമ്മളൊരു ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അല്ലേടാ? ആണ്. അപ്പോൾ ഇവിടെ 100/9/100/1 എന്നില്ലേ? ആണല്ലോ. അപ്പം നമുക്ക് അതിന് എന്തെഴുതാം? ഈ താഴെയുള്ള ഫ്രാക്ഷനെ അങ്ങ് മുകളിൽ കൊണ്ടുപോകാം. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3600 × 100/9 താഴെയുള്ള 100/1 മുകളിൽ വരുമ്പോൾ എന്താവും? × 1/100 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആ പറഞ്ഞതിൽ? നോക്കിക്കേടാ, നമ്മളൊരു ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു ഫ്രാക്ഷൻ 5/6 ഡിവൈഡഡ് ബൈ 2/3 കണ്ടോ?
നമ്മൾ രണ്ട് ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുവാണേ. 5/6 ഡിവൈഡഡ് ബൈ 2/3. ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു റൂളാണ്. എന്താണ്? റെസിപ്രോക്കൽ കൊണ്ട് ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 2/3 അല്ലേ? ആണല്ലോ. അപ്പോൾ 2/3യുടെ റെസിപ്രോക്കൽ. അപ്പോൾ 5/6 ഞാൻ അതുപോലെ എഴുതി. എന്നിട്ട് 2/3യുടെ റെസിപ്രോക്കൽ എടുത്തു. 2/3യുടെ റെസിപ്രോക്കൽ ഏതാണ്? 3/2. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടോ? അപ്പോൾ 5/6/2/3 എന്നുള്ളത് 5/6 × 3/2 എന്നായി. മനസ്സിലായോ? ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 3600ന്റെ 100/9% കണ്ടുപിടിക്കാൻ 3600 × 100/9 ഡിവൈഡഡ് ബൈ 100 അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ 100 മാത്രമേ ഉള്ളൂ. ഒരു നമ്പർ ഒറ്റയ്ക്ക് നിന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ നമ്പറിൻ്റെ അടിയിൽ 1 ഉണ്ട്. നോക്കിക്കേടാ, ഇപ്പം ചുമ്മാ അതൊരു നമ്പർ നിൽക്കുവാൻ 100 എന്ന് പറയുന്ന ഒരു നമ്പർ നിൽക്കുവാണെങ്കിൽ ശരിക്കും 100/1 എന്നൊരു സംഭവം അവിടെ ഉണ്ട്. മനസ്സിലായോ? ക്ലിയർ? അതാണ് ഞാനിവിടെ എഴുതിയത്. 100 മാത്രം ആയതുകൊണ്ട് 100/1. ഓക്കെ. സിമിലർലി 50 എന്നൊരു നമ്പർ ഒറ്റയ്ക്ക് എഴുതിയ അതിൻ്റെ അർത്ഥം 50/1 അവിടെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 50യുടെ റെസിപ്രോക്കൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? 50യുടെ റെസിപ്രോക്കൽ ചോദിച്ചാൽ 1/50 എന്ന് എഴുതണം. കാരണം വെറും 50 ആണെങ്കിൽ 50 മാത്രമേ ഉള്ളൂ. 50/1 എന്നാണ്. അതിൻ്റെ റെസിപ്രോക്കൽ ചോദിക്കുമ്പോൾ 1/50 എന്ന് എഴുതണം. ക്ലിയർ? ഓക്കെ. അതാണ് നമ്മുടെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 100/9 ഡിവൈഡഡ് ബൈ 100/1. ഇനി രണ്ട് ഫ്രാക്ഷൻ ആണ്. അവർ എന്താണ് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വേണം? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഞാൻ ചെയ്തത്. 3600 × 100/9 ഞാൻ അവിടെ എഴുതി. ഇൻറ്റു എന്താണ്? ഈ 100/1 ഇപ്പുറത്ത് വന്നപ്പോൾ 1/100 ആയി. ക്ലിയർ അല്ലേടാ? ഓക്കെ. ഇനി എന്ത് ചെയ്യാം? 0യും 0യും കട്ട് ചെയ്തു. ഇവിടുത്തെയും 0യും 0യും കട്ട് ചെയ്തു. 36 ഡിവൈഡഡ് ബൈ 9 ചെയ്യാലോ? 36 9 9 4 36 അല്ലേടാ? അപ്പോൾ 4 കിട്ടി. 4 2 0 400 കിട്ടി. മനസ്സിലായോ? ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. നമ്മളിപ്പോൾ പഠിക്കുന്നത് പെർസെൻറ്റേജ് ആണെങ്കിൽ കൂടിയും നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ മാത്സിൻ്റെ ഏതെങ്കിലുമൊക്കെ റൂളുകൾ വരുമ്പോൾ അതൊന്നും ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ. നോക്കിക്കേടാ. There are 40 children in a class. 50% of them are boys. Then how many boys are there in a class? നോക്കിക്കേ, എന്താ പറഞ്ഞേക്കുന്നേ? ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. അതിൽ 50% എന്താണ്? ബോയ്സ് ആണ്. ദെൻ ഹൗ മെനി ബോയ്സ് ആർ ദെയർ ഇൻ ദ ക്ലാസ്? അങ്ങനാണെങ്കിൽ ക്ലാസ്സിൽ എത്രമാത്രം ബോയ്സ് ഉണ്ടായിരിക്കും അല്ലേടാ? ഓക്കെ. ഇപ്പം നമ്മൾ പഠിച്ചു വന്ന മെത്തേഡ് കണ്ടോ? ഒരു നമ്പറിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. അതിലുള്ള ക്വസ്റ്റ്യൻ അല്ലേ ഇത്? ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ടോട്ടൽ ക്ലാസ്സിൽ 40 പിള്ളേരുണ്ട്. അതിൽ 50% ആൺകുട്ടികളാണ്. അങ്ങനാണെങ്കിൽ എത്ര ആൺകുട്ടികളുണ്ട്? എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? 40ന്റെ 50% അല്ലേ? ടോട്ടൽ ഉള്ളതിൻ്റെ 50% അല്ലേ? ആണല്ലോ. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാടാ? ടോട്ടൽ സ്റ്റുഡൻസ് 40ന്റെ എത്രയാണ്? 50% ആണ് ബോയ്സ്. അപ്പം 40 × 50 ഡിവൈഡഡ് ബൈ 100. കണ്ടോ? 40 × 50/100. ക്ലിയർ ആയോ? അപ്പോൾ 0യും 0യും കട്ട് ചെയ്തു. 0യും 0യും കട്ട് ചെയ്തു. 5 × 4 5 4 20 കിട്ടി. അപ്പോൾ എത്ര ആൺപിള്ളേരുണ്ടോ ക്ലാസ്സിൽ? 20 ആൺപിള്ളേരുണ്ട് അല്ലേ? ഇനി എത്ര പെൺകുട്ടികൾ കാണും? ചുമ്മാ ചോദിക്കുമോ ഞാൻ. എത്ര പെൺകുട്ടികൾ കാണും? എത്രയായിരിക്കും? 20 തന്നെയല്ലേടാ? എന്താ? ടോട്ടൽ ക്ലാസ്സിൽ 40 പിള്ളേരുണ്ട്. അതിൻ്റെ 50% ആൺപിള്ളേരാണ്. ബാക്കി എത്ര? ബാക്കി 50% തന്നെയല്ലേ ഉള്ളത്. ടോട്ടൽ 100%. അതിൽ 50% ഗേൾസ് ആണെങ്കിൽ 50% ബോയ്സ്. ഇവിടെ 50% നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ 20 എന്ന് വന്നു. അപ്പോൾ ബാക്കി എത്ര? 20 പേര് തന്നെയാണ്. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് സിംപ്ലി ഒരു ലോജിക്ക് വെച്ച് ആലോചിക്കാൻ ഇതൊന്നും വെക്കണ്ട. അല്ലാതെ തന്നെ നമുക്കൊരു ലോജിക്ക് വെച്ച് ചെയ്യാം. മൊത്തവും 40 പിള്ളേരിൽ 50%. 50% എന്ന് പറയുമ്പോൾ നേർപകുതി അല്ലേ? നേർപകുതി എത്രടാ? 20 അല്ലേ? മനസ്സിലായോ? അപ്പോൾ അത് ക്ലിയർ ആയേ? അടുത്ത ക്വസ്റ്റ്യൻ. There are 1200 voters in a panchayat ward and 80% of them voted in an election. How many people are voted? നോക്കിക്കേടാ. എന്താണ്? ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ 1200 വോട്ടേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? അതിൽ 80% പേരും
വോട്ട് ചെയ്തവരാണ്. അങ്ങനാണെങ്കിൽ എത്ര പേരാണ് വോട്ട് ചെയ്തത്? എളുപ്പമല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ 1200 പേര് ആണല്ലോ. എത്ര പേരാ വോട്ട് ചെയ്തേ? 80%. അപ്പൊ ടോട്ടലുള്ള 1200ന്റെ 80% വോട്ട് ചെയ്തു. അപ്പോൾ 1200 ഇൻറ്റു 80/100. കണ്ടോ? ഇങ്ങനെയല്ലേ ചെയ്യുന്ന അല്ലേ? അപ്പൊ എന്ത് വരും? 0 കട്ട് ചെയ്തു, 0 കട്ട് ചെയ്തു. ഇനി എന്താ? 120 ഇൻറ്റു 8, 12 ഇൻറ്റു 8 എത്രടാ? 12 8 96 അപ്പൊ 96 ഒരു 0, അതായത് 960 പേര് കേട്ടോ. 960 പേരാണ് വോട്ട് ചെയ്തവർ. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ മൊത്തം 1200 പേരുടെ 80% എന്ന് പറയുമ്പോൾ 960 പേര്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, എത്ര പേരാണ് വോട്ട് ചെയ്യാത്തത്? അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. എന്ത് എഴുതൂടാ? എങ്ങനെ എഴുതാം? കൂടെ നമ്മൾ പറഞ്ഞു പോവുകയാണെ. അപ്പോൾ 1200 പേര് ഉണ്ട്, അതിൽ 80% പേര് വോട്ട് ചെയ്തു. അത് തന്നെ നിങ്ങൾക്ക് 2 രീതിയിൽ എടുക്കാം. 80% പേര് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം വോട്ട് ചെയ്തില്ല? 20% അല്ലേ? അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ 1200ന്റെ 20% എടുത്തിട്ട് വോട്ട് ചെയ്യാത്ത ആൾക്കാരുടെ എണ്ണം കണ്ടുപിടിക്കാം അല്ലേ? അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ടോട്ടൽ 1200 പേരല്ലേടാ? ആണല്ലോ. ഓക്കെ, അതിൽ വോട്ട് ചെയ്തവർ എത്രടാ? 960 അല്ലേ? അപ്പോൾ വോട്ട് ചെയ്യാത്തവരെങ്ങനെ ആയിരിക്കും? 1200 മൈനസ് 960 ചെയ്താലും മതി. മനസ്സിലായോ? അത് ക്ലിയർ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോടാ. നോക്കിക്കേ, ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡിൽ ഒരു നമ്പറിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന മെത്തേഡിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു. ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് എല്ലാവരും കമന്റ് ബോക്സിൽ എഴുതണേ. നോക്കിക്കേ, ഈച്ച് മന്ത് ജോസഫ് ഡൊണേറ്റ് 8% ഓഫ് ഹിസ് ഏർണിംഗ്സ് ടു മെഡിക്കൽ എയ്ഡ് ഫണ്ട്. He earned 12,000 rupees in January and how much should he donate that month? കണ്ടോ? മീനിങ് അറിയാത്തവർക്ക് പറഞ്ഞു തരാം. ഓരോ മാസവും ജോസഫ് അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ 8% മെഡിക്കൽ എയ്ഡ് ഫണ്ടിലേക്ക് മാറ്റാറുണ്ട് അല്ലേ? അദ്ദേഹത്തിന് ഒരു മാസം ജനുവരിയിൽ 12,000 രൂപയാണ് കിട്ടിയത്. അങ്ങനാണെങ്കിൽ ആ മാസം എത്ര രൂപയാണ് ഡൊണേറ്റ് ചെയ്തത്? അറിയാലോ എങ്ങനായിരിക്കും? ടോട്ടൽ കിട്ടിയതിന്റെ 8% അല്ലേ? കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ആൻസർ കണ്ടുപിടിച്ചിട്ട് കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു. സിവിൽ എക്സൈസ് ഓഫീസർ 2024 ക്വസ്റ്റ്യൻ ആണ്. പ്ലാനിംഗ് കമ്മീഷന്റെയും അതുപോലെ നീതി ആയോഗിന്റെയും ഡ്യൂട്ടി എന്നാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു പുതിയ പേരെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം, നീതി ആയോഗ്. കാരണം ഇവർ രണ്ടുപേരും ചെയ്യുന്ന ജോലി എന്താണ്? അപ്പോൾ ഇന്ത്യയിൽ പ്ലാനിംഗ് എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് പാർട്ടിലാണ്? എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് പോകുന്നത്. ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ്. ഇന്ത്യൻ ഇക്കണോമിക് പ്ലാൻ നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ നാഷണൽ ഇൻകത്തെക്കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ അതെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ച്, അതായത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു പാർട്ടാണ് അവർ. ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു പാർട്ടാണ് ഏത്? ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ 5 ഇയർ പ്ലാൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കുറേ പേര് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണിത്, ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ്, ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണം, അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്. അപ്പോൾ പ്രസൻറ്റ് ഇക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പാർട്ടിൽ നിന്ന് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ആൻസർ നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, പറയാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഓക്കെ, പോവാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏതാണ്? നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ചോദിച്ചു കാണുന്നൊരു ക്വസ്റ്റ്യനുമാണ്. 2024 ചോദിച്ചാണ്, സീമാൻ ചോദിച്ചതാണ്. സാമ്പത്തികാസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏത്? ഇപ്പോൾ കുറേ പേർക്കെങ്കിലും ആൻസർ അറിയാമായിരിക്കും അല്ലേ? ഓക്കെ, അടുത്ത് നോക്കാം. ഏത് രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ വേറെ രീതിയിലൊന്ന് ചോദിച്ചിരിക്കുന്നതേ ഉള്ളൂ. സെയിം തന്നെയാണ്, ആൻസർ സെയിം തന്നെയാണ്. ഏത് രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? കൂലി വർക്കർ മെയിൻ എക്സാമിനേഷന് ചോദിച്ചാണ്, അതും 2024 ചോദിച്ചതാണ്.
ഓക്കെ, അടുത്ത നോക്ക്. ഹു വാസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഫൗണ്ടിങ് ദ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി? നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? ഫോർ റണ്ണർ ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ്റെ മുൻഗാമിയാണ് ഫോർ റണ്ണർ, മീൻസ് ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമി എന്നാണ് അറിയപ്പെടുന്നത്. ആര്? നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. അപ്പോൾ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്നാണ് സ്ഥാപിതമായത് ഇൻ 1938 ഫോർ ഡ്രോയിങ് അപ്പ് എ പ്ലാൻ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓൺ ദ ബേസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് വേണ്ടി, അല്ലെ, സാമ്പത്തിക വികസനം ആസൂത്രണം ചെയ്യാൻ വേണ്ടി നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. അതെന്തിൻ്റെ ഫോർ റണ്ണറാണ്? ഏതിന് മുന്നേ വന്നതാണ്? പ്ലാനിംഗ് കമ്മീഷന് മുന്നേ വന്നതാണ്. 1938 സ്ഥാപിതമായതാണ്. അപ്പോൾ അതിന് ഹു വാസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഫൗണ്ടിങ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, അതിന് കാരണക്കാരനാണ്. അതിൻ്റെ സ്ഥാപകൻ ആരാണെന്നാണ് ചോദ്യം. അത് സ്ഥാപിക്കാൻ കാരണക്കാരൻ ആരാണ്? അപ്പോൾ കുറേ 4 പേരുകൾ തന്നിട്ടുണ്ട്. മോട്ടിലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ബിജി തിലക്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചതാണ്. ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അടുത്ത സമയത്തായിട്ട് ചോദിച്ച ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഇത് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സിവിൽ എക്സൈസ് ഓഫീസർ 2024 ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അപ്പോൾ ഈ അടുത്ത സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരുന്നു. ആസൂത്രണത്തിന്റെ ഭാഗത്ത് എം വിശ്വേശ്വരയ്യ ആൻസർ ആയിട്ട് വരുന്ന, വേറെ രീതിയിലാണ് ചോദിച്ചതെന്ന് മാത്രം. അപ്പോൾ എം വിശ്വേശ്വരയ്യ ആൻസർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എം വിശ്വേശ്വരയ്യാണോ നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ നോക്കാം. അതിനകത്ത് ജവഹർലാൽ നെഹ്റു ഉണ്ട്, വിശ്വേശ്വരയ്യ ഉണ്ട്, PC മഹലനോബിസ് ഉണ്ട്, MS സ്വാമിനാഥൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷങ്ങളിലും ഓരോ എക്സാമുകളിലും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് മാറി മാറി വരുന്നുണ്ട് ഈ ആസൂത്രണവുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? അതായത് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിങ് എന്ന് പറയാം. ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ് അതാരാണ്? ഓക്കെ, ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ നോക്ക്. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായ പ്രസ്താവന എഴുതാനാണ് ചോദ്യം. എന്തൊക്കെയാണ് പ്രസ്താവന നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948 ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷൻ 1950 ഓഗസ്റ്റ് 15 നിലവിൽ വന്നു. MN റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. അപ്പോൾ ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദ്യം. ചിലപ്പോൾ എല്ലാ പ്രസ്താവനയും ചിലപ്പോൾ ശരിയായെന്ന് വരാം, ചിലപ്പോൾ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലെങ്കിൽ 2 എണ്ണമായിരിക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ക്ലാരിറ്റി വരും. എപ്പോഴാ? ക്ലാസ് കഴിയുമ്പോൾ ഇതിനകത്ത് എല്ലാം ക്ലാരിറ്റി വരും. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സിനെയും കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതും എന്ത് ചോദിച്ചതാണ്? 2023 ക്വസ്റ്റ്യൻ ചോദിച്ചത്. 2023. അടുത്ത നോക്കുക. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാ? ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ, നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്. പിന്നെ അടുത്ത എന്താണ്? ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? അപ്പോൾ ഓപ്ഷൻസ് കണ്ടോ. ദാദാഭായ് നവറോജി ഉണ്ട്, ജവഹർലാൽ നെഹ്റു, MS സ്വാമിനാഥൻ, പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. എന്ന് വെച്ചാൽ നേരത്തെ നമ്മളൊരു ഓപ്ഷനിൽ PC മഹലനോബിസ് പറഞ്ഞില്ലേ, അദ്ദേഹം തന്നെയാണ്. അതാണ് പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് എന്ന് പറയുന്നത്. അത് B2 ഫോറസ്റ്റ് ഓഫീസർ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒന്ന് ആസൂത്രണത്തിന്റെ പിതാവ്, ചിലപ്പോൾ ആസൂത്രണത്തിന്റെ പിതാവും ശില്പിയും ചിലപ്പോൾ ഒരാളായിരിക്കാം, ചിലപ്പോൾ 2 പേരായിരിക്കാം. ഇതൊക്കെ നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ മനസ്സിലാക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. PC മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ്? അപ്പോൾ ആസൂത്രണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വ്യക്തിയാണ് ആര്? PC മഹലനോബിസ് എന്ന്, പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധീകരണം, അദ്ദേഹം ഒരു ജേണൽ പബ്ലിഷ് ചെയ്തിരുന്നു. അതേതെന്നാണ് ചോദ്യം. ചിലർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഈ 4 എണ്ണത്തിൽ ഒരെണ്ണം അദ്ദേഹം പബ്ലിഷ് ചെയ്ത ജേണലാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫയർമാൻ ട്രെയിനി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കിയേ. ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണെന്ന് നോക്കിയേ. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? ഇതേപോലത്തെ 2 ക്വസ്റ്റ്യൻ, സെയിം ആൻസർ വരുന്ന 2 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, വേറെ രീതിയിൽ ചോദിച്ചു. ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ്? അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ക്വസ്റ്റ്യന്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അടുത്ത നോക്ക്. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഇപ്പോൾ രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? അത് നമ്മൾ അതിനകത്ത് തുല്യത കൊടുത്തിട്ടുണ്ട്, സാമ്പത്തിക വളർച്ചയുണ്ട്, സ്വാശ്രയത്വം, ആധുനികവൽക്കരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യം പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് ക്ലിയർ ആകും. ഓക്കെ, LGS മെയിൻ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, കേരള PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? അപ്പോൾ നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഒന്ന് ഓർത്ത് വെച്ചേരെ ഈ ക്വസ്റ്റ്യനൊക്കെ. അപ്പോൾ എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ആദ്യം അപ്പോൾ ഇന്ത്യയിലെ ആസൂത്രണത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ഇന്ന് കാണുന്ന ഇന്ത്യയുടെ വികസനത്തിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്ന എന്തിനോടാണ്? നമ്മുടെ പ്ലാനിങ്ങിനോടാണ്, ആസൂത്രണത്തോട്, അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷനോടാണ്, അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻസിനോടാണ്. അപ്പോൾ ഇപ്പോൾ 5 ഇയർ പ്ലാൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചിലർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ നിലവിൽ 5 ഇയർ പ്ലാൻസ് ഇല്ല, അതിന് പകരം ബദലായിട്ടൊരു സംവിധാനമൊക്കെ വന്നു, അതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ പ്ലാനിങ് ഇൻ ഇന്ത്യയിലെ ആസൂത്രണത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ച് എന്തിനെക്കുറിച്ച്? ഇക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സാമ്പത്തിക ആസൂത്രണം, സോഷ്യൽ പ്ലാനിംഗ് ഉണ്ട്, ഫാമിലി പ്ലാനിംഗ് ഉണ്ട്, അല്ലേ? ഇങ്ങനെ ഒരുപാട് പ്ലാനിംഗ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന ഏതാണ്? ഇക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ചാണ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇക്കണോമിക് പ്ലാനിങ്. Economic planning refers to the process of formulating policies and measures. അപ്പോൾ ഇക്കണോമിക് പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താണ്? പ്ലാനിങ് refers to the process of formulating policies, നയരൂപീകരണം നടത്തുക, ആൻഡ് മെഷേഴ്സ്, നടപടികൾ, അല്ലേ? ഫോർമുലേറ്റ് ചെയ്യുക, മെഷേഴ്സ്, നടപടികൾ എടുക്കുക. അപ്പോൾ ഫോർമുലേറ്റിംഗ് പോളിസീസ് ആൻഡ് മെഷേഴ്സ്, നയരൂപീകരണവും അതുപോലെ എന്താണ് മെഷേഴ്സും ഫോർമുലേറ്റ് ചെയ്യുക. എന്തിനാണ്? ടു ബി ഫോളോഡ് ഇൻ ദ ഫ്യൂച്ചർ. എന്തിനു വേണ്ടിയാണത് നടപടികളെടുക്കുന്നത്? ടു ബി ഫോളോഡ് ഇൻ ദ ഫ്യൂച്ചർ. ഇപ്പോൾ നടപ്പാക്കാനല്ല, പിന്നെയോ ടു ബി ഫോളോഡ് ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിൽ നടപ്പിലാക്കാനാണ്. ഭാവിയിൽ, അല്ലേ? ഫ്യൂച്ചറിൽ നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോളിസീസും മെഷേഴ്സും എടുക്കുന്നത്. എന്തിനനുസരിച്ച്? ഇൻ അക്കോർഡൻസ് വിത്ത് പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ്. ഇൻ അക്കോർഡൻസ്, അതിനനുസരിച്ച്. എന്തിനനുസരിച്ച്? പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ്. എന്താണ് പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ്? നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നു ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം. ഫ്യൂച്ചറിൽ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്യുന്നു, മുൻകൂട്ടി കാണുന്നു. ആ മുൻകൂട്ടി അങ്ങനെ പ്രീ ഡിറ്റർമിൻഡ് ചെയ്യുന്ന, അതായത് ഭാവിയിൽ വരും വർഷങ്ങളിൽ ഇത്രത്തോളം വളർച്ച നേടിയെടുക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ആ ലക്ഷ്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കണക്കാക്കുന്നു. അതിനാണ് പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ്. അപ്പോൾ ആ പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ് ഫ്യൂച്ചറിൽ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോർമുലേറ്റിംഗ് പോളിസീസ് ആൻഡ് മെഷേഴ്സ്, അല്ലേ? നയരൂപീകരണം നടത്തുന്നു, അല്ലെങ്കിൽ മെഷേഴ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് കാൾഡ് ഇക്കണോമിക് പ്ലാനിങ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇക്കണോമിക് പ്ലാൻ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഭാവിയിൽ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ, അല്ലേ? അല്ലെങ്കിൽ ഭാവിയിലെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി, നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നയരൂപീകരണം നടത്തുന്നു, നടപടികൾ കൈക്കൊള്ളുന്നു, പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് ഇക്കണോമിക് പ്ലാനിങ്, സാമ്പത്തിക ആസൂത്രണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇക്കണോമിക് പ്ലാനിങ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് formulating policies and measures to be followed in future in accordance with the predetermined goals. Clear alle? Okay. ഇനി the planning commission now replaced by നീതി ആയോഗ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി നീതി ആയോഗിനെ കുറിച്ച് നിങ്ങൾ വിശാലമായിട്ട് വേറൊരു ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ. അപ്പോൾ ഈ ആസൂത്രണമൊക്കെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഏജൻസിയാണ് ആര്? ഇപ്പോൾ ഇതിനൊക്കെ ഒരു സ്ഥാപനം വേണ്ടേടേ. ഇപ്പോൾ ആസൂത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇത് ചെയ്യേണ്ടത്? ഗവൺമെന്റിന് എന്താണ്? അതിനൊരു സംവിധാനമുണ്ട് ഈ ആസൂത്രണം നടപ്പിലാക്കാൻ. കാരണം ഭാവിയിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ, നയരൂപീകരണം നടത്താൻ വേണ്ടി, പദ്ധതികൾ രൂപീകരിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റിന് ഒരു സിസ്റ്റം ഉണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് പ്ലാനിംഗ് കമ്മീഷൻ. ഇന്ന് അതിൻ്റെ പേര് പ്ലാനിംഗ് കമ്മീഷൻ എന്നല്ല. പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്ന ഇന്ന് അതിൻ്റെ പേരെന്താണ്? നീതി ആയോഗാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഡ്യൂട്ടി ഒന്ന് തന്നെയാണ്. പ്ലാനിംഗ് കമ്മീഷന്റെയും അതുപോലെ നീതി ആയോഗിന്റെയും ഡ്യൂട്ടി എന്നാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു പുതിയ പേരെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം, നീതി ആയോഗ്. കാരണം ഇവർ രണ്ടുപേരും ചെയ്യുന്ന ജോലി എന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ ചെയ്തിരുന്ന ഡ്യൂട്ടിയും നീതി ആയോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്താണ്? ഇക്കണോമിക് പ്ലാനിംഗ് ആണ്, സാമ്പത്തിക ആസൂത്രണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ യൂട്ടിലൈസ്ഡ് ദ കൺട്രീസ് റിസോഴ്സസ്, അല്ലെ? അവരെന്ത് യൂട്ടിലൈസ് ചെയ്യുന്നു? കൺട്രീസ് റിസോഴ്സസ്, നമ്മുടെ വിഭവങ്ങൾ, രാജ്യത്തിന്റെ വിഭവങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. എന്തിനാണ്? ഫോർ ദ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് അലൈൻഡ് വിത്ത് നാഷണൽ പ്രയോറിറ്റീസ്. എന്തിനു വേണ്ടി? ഫോർ ദ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അലൈൻഡ് വിത്ത് നാഷണൽ പ്രയോറിറ്റീസ്. ഏതുമായിട്ട് ചേർന്നുകൊണ്ട്, ഏതുമായിട്ട് സംയോജിച്ചുകൊണ്ട്? നാഷണൽ പ്രയോറിറ്റീസ്. ഓരോ രാജ്യത്തിനും ഓരോ മുൻഗണന കാണും, പ്രയോറിറ്റി കാണും. അപ്പോൾ രാജ്യത്തിന്റെ മുൻഗണന മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഓരോ പ്രയോറിറ്റി ഉണ്ടാകും. ഇപ്പോൾ ഇന്ത്യയുടെ പ്രയോറിറ്റി അല്ല ചൈനയുടേത്, ചൈനയുടെ അല്ല പാകിസ്ഥാൻ്റേത്. അപ്പോൾ ഓരോ രാജ്യത്തിനും വരും വർഷങ്ങളിൽ എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടതെന്നൊരു പ്രയോറിറ്റി കൊടുക്കും. അപ്പോൾ ആ പ്രയോറിറ്റിയുമായിട്ട് കൂടി ചേർന്നുകൊണ്ട്, അലൈൻ, അല്ലേ? അതിനുമായിട്ട് ചേർന്നുകൊണ്ട്
എന്ത് ചെയ്യുന്നു? ഫോർ ദ ഡെവലപ്മെന്റ്, വികസനത്തിന് വേണ്ടി. അപ്പോൾ രാജ്യത്തിൻ്റെ മുൻഗണനകളുമായി ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രയോറിറ്റി കണക്കാക്കിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യത്തിൻ്റെ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നു. ആരാണ്? പ്ലാനിംഗ് കമ്മീഷൻ. ആരാണ് ചെയ്യുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ. അപ്പോൾ ഈ പ്ലാനിംഗ് കമ്മീഷനാണ് ഇക്കണോമിക് പ്ലാനിംഗ് നടപ്പിലാക്കുന്നത് നമ്മൾ പറഞ്ഞു. ആ പ്ലാനിംഗ് കമ്മീഷൻ എന്താണ് ചെയ്യുന്നത്? യൂട്ടിലൈസ് ദ കൺട്രീസ് റിസോഴ്സസ്, രാജ്യത്തിൻ്റെ വിഭവങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. എന്തുമായി ചേർന്നുകൊണ്ട്? അലൈൻഡ് വിത്ത് നാഷണൽ പ്രയോറിറ്റീസ്. ഏതിനനുസരിച്ച്? രാജ്യത്തിൻ്റെ മുൻഗണനയ്ക്കനുസരിച്ച്. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ വിഭവങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നു. ആര്? പ്ലാനിംഗ് കമ്മീഷൻ. ഇതാണ് ഇക്കണോമിക് പ്ലാനിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഇതൊക്കെ കയറി വരും കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഈ പോയിന്റ്സ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് തെറ്റിക്കരുത്, ആൻസർ ചെയ്യാൻ കഴിയണം. ഇനി എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് ആൻഡ് ജുഡീഷ്യസ് പ്രോസസ്. ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് പ്ലാനിങ്. ഇക്കണോമിക് പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താണ്? നാച്ചുറലി ഉണ്ടാകുന്ന ഒന്നല്ല. പിന്നെയോ ഡെലിബറേറ്റ് ആണ്, ബോധപൂർവമുള്ളതാണ്. അല്ലേ? ബോധപൂർവം നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ നടപ്പിലാക്കുന്നതാണ്. ആൻഡ് ജുഡീഷ്യസ് പ്രോസസ്, നീതിയുക്തമായ, ജുഡീഷ്യസ് അല്ലെ, നീതിയുക്തമായ ഒരു പ്രക്രിയയാണ്. അപ്പൊ അതൊരു ബോധപൂർവമായ അല്ലെ ജുഡീഷ്യസ് ആയ നീതിയുക്തമായ ഒരു പ്രോസസ്സാണ്. എയിംഡ് അറ്റ്, ലക്ഷ്യം വയ്ക്കുന്നു. ഇക്കണോമിക് പ്ലാനിങ്ങിലൂടെ നമ്മൾ എന്താ ലക്ഷ്യം വയ്ക്കുന്നത്? മാക്സിമൈസിങ് ദ യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്. മാക്സിമൈസിങ് ദ യൂസ് ഓഫ് ദ അവൈലബിൾ റിസോഴ്സസ്. നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ, അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? ഒരു രാജ്യത്തിന് ലഭ്യമായ വിഭവങ്ങൾ എന്നേ പറയാൻ പറ്റൂ. അപ്പോൾ ഒരു രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങൾ എന്ത് ചെയ്യുന്നു? മാക്സിമൈസിങ്, അത് പരമാവധിവൽക്കരിക്കുന്നു. അപ്പോൾ മാക്സിമൈസിങ് ദ യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്, ലഭ്യമായ വിഭവങ്ങളുടെ ഉപയോഗം നമ്മൾ എന്ത് ചെയ്യുന്നു? പരമാവധിവൽക്കരിക്കുന്നു. അല്ലേ? എന്ന് വെച്ചാൽ ഉള്ള വിഭവങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു. അത് മാക്സിമൈസ് യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് ഏത് പ്രക്രിയയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്? ഇക്കണോമിക് പ്ലാനിങ്ങിന്റെ ലക്ഷ്യം. അപ്പോൾ ഇക്കണോമിക് പ്ലാനിങ് എന്ന് വെച്ചാൽ ഒരു ഡെലിബറേറ്റ് ആൻഡ് ജുഡീഷ്യസ് പ്രോസസ് ആണ്. അതുകൊണ്ട് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ മാക്സിമൈസിങ് ദ യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് പഠിച്ചോണം. അപ്പോൾ ഇതൊരു ഡെലിബറേറ്റ് ആയ, ഇക്കണോമിക് പ്ലാനിങ് ഒരു ഡെലിബറേറ്റ് ആയ അതുപോലെ ജുഡീഷ്യസ് ആയ പ്രോസസ് ആണ്. എയിംഡ് അറ്റ്, എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് ചോദിച്ചാൽ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? മാക്സിമൈസിങ് ദ യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്, നിലവിലുള്ള വിഭവങ്ങൾ മാക്സിമൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? ടു അച്ചീവ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. എന്ത്? നമ്മുടെ പ്രത്യേക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി. സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രാജ്യത്തിന് പ്രയോറിറ്റി ഉണ്ടാകുമെന്ന്. ആ പ്രയോറിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി, ആ പ്രയോറിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ റിസോഴ്സ് മാക്സിമൈസ് ചെയ്യുന്നതിനെയാണ് മാക്സിമൈസ് ചെയ്യുന്ന ആ ഡെലിബറേറ്റ് ആയ ജുഡീഷ്യസ് പ്രോസസ്സാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇത് ഉൾപ്പെടുത്തി ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇക്കണോമിക് പ്ലാനിംഗ് എന്ന് വെച്ചാൽ എന്താണ്? മാക്സിമൈസിങ് ദ യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പോയിന്റ് വരുന്നുണ്ടോ? ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ്. ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ്. സോഷ്യൽ പ്ലാനിങ് അല്ല, ഫാമിലി പ്ലാനിങ് എല്ലാം വരും കേട്ടോ, കുടുംബാസൂത്രണം എല്ലാം വരും. അപ്പോൾ ഇക്കണോമിക് പ്ലാനിങ്ങും അതുപോലെ സോഷ്യൽ പ്ലാനിങ്, സാമൂഹിക ആസൂത്രണം, അതുപോലെ കുടുംബാസൂത്രണം, ഫാമിലി പ്ലാനിങ് അല്ലേ, ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ 7th ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അവിടെയാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ് ഉൾപ്പെടുന്നത്. ഇപ്പോൾ 12 ഷെഡ്യൂൾസ് അല്ലേ, നിങ്ങൾ പൊളിറ്റിക്സ് പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. 12 ഇപ്പോൾ എത്രയാണ് ഷെഡ്യൂൾസ് ഉണ്ടാ മൊത്തത്തിലുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? 12 മറ്റോ അല്ലേ? 12ആണ്. അപ്പോൾ അതിൽ 7ാമത്തെ ഷെഡ്യൂളിലാണ് ഏത് ഉൾപ്പെട്ടിട്ടുള്ളത്? ഇക്കണോമിക് പ്ലാനിങ്ങും സോഷ്യൽ പ്ലാനിങ്ങും മറ്റും ഉൾപ്പെട്ടിരുന്നു. വെച്ചാൽ ആസൂത്രണം, പൊതുവിൽ നമുക്ക് ആസൂത്രണം എന്ന് പറയാം അല്ലെ, പ്ലാനിങ് എന്ന് പറയാം. അത് പിന്നെ നമ്മൾ വിഭജിച്ചാൽ അത് ഇക്കണോമിക് പ്ലാനിങ് ആകും, സോഷ്യൽ പ്ലാനിങ് ആകും, ഫാമിലി പ്ലാനിങ്, അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ആസൂത്രണമുണ്ട്. അപ്പോൾ ഈ പ്ലാനിങ് എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എവിടെയാണുള്ളത്? 7th ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7ാം പട്ടികയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. എവിടെയാണ്ട്? 7ാം പട്ടിക. എന്ന് വെച്ചാൽ 7ാം പട്ടികയുടെ പ്രത്യേകത എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നമ്മുടെ ലിസ്റ്റുകൾ ഉൾപ്പെടുന്നതാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് ഉൾപ്പെടുന്നതാണ് ഏത്? 7ാം ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ആ 7ാം ഷെഡ്യൂളിലാണ് എന്തുള്ളത്? ഇക്കണോമിക് പ്ലാനിങ്ങും സോഷ്യൽ പ്ലാനിങ്ങും ഉൾപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചിരിക്കുക, നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. ഇനി ഹു ഈസ് ദ ഫാദർ ഓഫ് പ്ലാനിങ്, അല്ലെങ്കിൽ ഹു ഈസ് ദ ഫാദർ ഓഫ് ഇക്കണോമിക് പ്ലാനിങ്? സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? അദ്ദേഹത്തിന്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ആരാണത്? ജോസഫ് സ്റ്റാലിൻ. ജോസഫ്
സ്റ്റാലിൻ, അല്ലെ? റഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത് ജോസഫ് സ്റ്റാലിൻ ആണ്. ഫാദർ ഓഫ് പ്ലാനിംഗ് എന്നറിയപ്പെടുന്നത്, ഇക്കണോമിക് പ്ലാനിംഗ്, സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ്. ഇതിന്റെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇക്കണോമിക് ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ് ഉണ്ട്, അത് നമ്മൾ വേറെ പഠിക്കും. ഇത് ഫാദർ ഓഫ് പ്ലാനിംഗ് എന്ന് ചോദിച്ചാൽ ആരാണ്? ക്വസ്റ്റ്യൻ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ് ഉണ്ട്, അത് വേറെ നമ്മൾ പഠിക്കും. ഫാദർ ഓഫ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ആരാണ്? ഫാദർ ഓഫ് പ്ലാനിംഗ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇക്കണോമിക് പ്ലാനിംഗ്, സാമ്പത്തികാസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജോസഫ് സ്റ്റാലിൻ ആണ്. റഷ്യൻ ഭരണാധികാരിയായിരുന്നു, സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരിയാണ്. സോവിയറ്റ് യൂണിയൻ അമേരിക്കയോടൊപ്പം കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സോവിയറ്റ് യൂണിയനെ വളർത്തിയത് ആരാണ്? സ്റ്റാലിനും അദ്ദേഹം നടപ്പിലാക്കിയ ഈ ഇക്കണോമിക് പ്ലാനിങ്ങുമാണ്. ആർക്കിടെക്ട് ഓഫ് പ്ലാനിംഗ് അതും ആര് തന്നെയാണ്? ജോസഫ് സ്റ്റാലിൻ. അപ്പോൾ ഫാദർ ഓഫ് പ്ലാനിംഗ് എന്നറിയപ്പെടുന്നതും ആർക്കിടെക്ട്, ശില്പി, അല്ലെ? ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഒക്കെ ആര് തന്നെയാണ്? ജോസഫ് സ്റ്റാലിൻ തന്നെ ആണ്. ഓക്കെ ആണല്ലോ. ഇനി നോക്ക്, അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഇതിന്റെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമുക്ക് ആൻസർ കിട്ടുമല്ലോ. എന്താണ്? ദ കൺട്രി ദാറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് പ്ലാനിംഗ്, ലോകത്ത് ആദ്യമായിട്ട് പ്ലാനിംഗ്, ഇക്കണോമിക് പ്ലാനിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യം ഏതാണ്? സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? ലോകത്ത് തന്നെ ആദ്യമായിട്ട് സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കിയത് എവിടെയാണ്? റഷ്യ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സോവിയറ്റ് യൂണിയൻ, അല്ലെങ്കിൽ USSR എന്നൊക്കെ പറയാം. ഓപ്ഷനിൽ ചിലപ്പോൾ എങ്ങനെ വേണമെങ്കിലും കൊടുത്തേക്ക്, അറിയാലോ. ഇതെല്ലാം ഒരു രാജ്യം തന്നെയാണ്. റഷ്യ, സോവിയറ്റ് യൂണിയൻ, USSR. ഇന്ന് നമ്മൾ റഷ്യ എന്നറിയപ്പെടുന്നു, പണ്ട് സോവിയറ്റ് യൂണിയൻ, USSR എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഏത് കാലഘട്ടത്തിലാണ് അവരിത് കൊണ്ടുവന്നത്? 1928-29 1928-29 കാലഘട്ടത്തിലാണ് ലോകത്താദ്യമായിട്ട് ആ ഒരു രാജ്യത്ത് എന്ത് നടപ്പിലാക്കുന്നത്? ഇക്കണോമിക് പ്ലാനിംഗ്, അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻസ് എന്ന് നമുക്ക് പറയാം, അല്ലെ? പഞ്ചവത്സര പദ്ധതികൾ, അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണം ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന രാജ്യം ഏതാണ്? റഷ്യ, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ, അല്ലെങ്കിൽ USSR-ലാണ്. ഏത് കാലഘട്ടം? വർഷം മറക്കരുത്, വർഷവും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. 1928-29 1928-29 ഇത് നടപ്പിലാക്കിയ സമയത്ത് റഷ്യൻ പ്രസിഡന്റ് ആരായിരുന്നു? പറഞ്ഞേ, ആരാണ്ടേ? ജോസഫ് സ്റ്റാലിൻ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇക്കണോമിക് പ്ലാനിംഗ്, അല്ലെങ്കിൽ ഫാദർ ഓഫ് 5 ഇയർ പ്ലാൻസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ്, സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ്, ആർക്കിടെക്ട് ഓഫ് ഇക്കണോമിക് പ്ലാനിംഗ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് ആരായിരുന്നു പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ ആരാണ്? പിന്നെ ജോസഫ് സ്റ്റാലിൻ ആയിരുന്നു റഷ്യൻ പ്രസിഡന്റ്. ഓക്കെ, അടുത്ത് നോക്ക്, ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്സ് ദാറ്റ് ഇൻക്ലൂഡ് ഇന്ത്യൻ പ്ലാനിംഗ്, ദാറ്റ് മീൻസ് സോഷ്യൽ പ്ലാനിംഗ്, ഇക്കണോമിക് പ്ലാനിംഗ്, ഫാമിലി പ്ലാനിംഗ് ആർ. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് പാർട്ടിലാണ്? നമുക്കറിയാമല്ലോ, ആർട്ടിക്കിൾസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ ഉണ്ട്, ഷെഡ്യൂൾസ് ഉണ്ട്, പാർട്ടുകളുണ്ട്, അല്ലെ? ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു ഷെഡ്യൂൾ, മാറിപ്പോരുത്. നേരത്തെ പറഞ്ഞ എന്താണ്? 7ാമത്തെ ഷെഡ്യൂളിലാണ് പ്ലാനിംഗ് ഉൾപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. അടുത്ത ചോദിക്കുന്ന നോക്ക്, വേറൊരു ക്വസ്റ്റ്യൻ നോക്കുന്നത്, ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്സ് ദാറ്റ് ഇൻക്ലൂഡ് ഇന്ത്യൻ പ്ലാനിംഗ്. അതായത് ഇന്ത്യൻ പ്ലാനിംഗ് എന്ന് വെച്ചാൽ ഏതൊക്കെ വരും? സോഷ്യൽ പ്ലാനിംഗ്, ഇക്കണോമിക് പ്ലാനിംഗ്, ഫാമിലി പ്ലാനിംഗ്, അല്ലെ? സാമൂഹികാസൂത്രണം, സാമ്പത്തികാസൂത്രണം, അതുപോലെ ഫാമിലി പ്ലാനിംഗ്, ഇതൊക്കെ ചേരുന്നതാണ് ഇന്ത്യൻ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പ്ലാനിംഗ് എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് പാർട്ടിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏത് പാർട്ടിലാണ്ട്? പാർട്ട് 4-ലാണ്. ശ്രദ്ധിക്കുക, പാർട്ട് 4, മാറിപ്പോരുത്. ഷെഡ്യൂൾ ആണെങ്കിൽ എത്രാം ഷെഡ്യൂള്? 7ാം ഷെഡ്യൂളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഏത് പാർട്ടെന്ന് ചോദിച്ചാൽ ഏത് പാർട്ടാണ്? 4ാമത്തെ പാർട്ട്. 4ാമത്തെ പാർട്ടിന്റെ പ്രത്യേകത എന്താണ്ട്? 4ാമത്തെ പാർട്ടിൽ എന്താണ് പ്രതിപാദിക്കുന്നത്? ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതാണ് ഫുൾ കോൺസെപ്റ്റ്, ഫുൾ ടേം അതാണ്. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അല്ലെങ്കിൽ നമുക്ക് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. നിർദ്ദേശക തത്വങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നിർദ്ദേശക തത്വങ്ങൾ. ആ നിർദ്ദേശക തത്വങ്ങൾ പാർട്ട് 4-ലാണ് ഉൾപ്പെടുന്നത്. ആ നിർദ്ദേശക തത്വങ്ങളിൽ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ 4ാം പാർട്ടിലാണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ച്, സോഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച്, അതുപോലെ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച്, മൊത്തത്തിൽ പ്ലാനിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏതിലെന്ന് ചോദിച്ചാൽ ഏത് പാർട്ടിലാണ്? പാർട്ട് 4-ലാണ്, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ്. ദാറ്റ് മീൻസ് നിർദ്ദേശക തത്വങ്ങളിലാണ് ഇത് പ്രതിപാദിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഏത് ലിസ്റ്റിലെന്ന് ചോദിച്ചാൽ ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. നമ്മൾ പറഞ്ഞു 7th ഷെഡ്യൂളാണ്. 7th ഷെഡ്യൂളിൽ കൺകറന്റ് ലിസ്റ്റ് മാത്രമല്ല, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ഈ 3 ലിസ്റ്റുകളിൽ ഏത് ലിസ്റ്റിലാണ് ഏതുള്ളത്? ഇക്കണോമിക് പ്ലാനിംഗ് ഉള്ളത്, സാമ്പത്തിക ആസൂത്രണം ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. ഏത് ലിസ്റ്റിലാണ്ടേ?
കൺകറന്റ് ലിസ്റ്റിലാണ്. അപ്പോൾ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏത് ലിസ്റ്റിലെന്ന് ചോദിച്ചാൽ പറയുക, കൺകറന്റ് ലിസ്റ്റിലാണ്. ഓക്കെ ആണല്ലോ. കൺകറന്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ ആർക്കൊക്കെ? സ്റ്റേറ്റിൻ്റെയും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റുകൾക്ക് ഒരുപോലെ അധികാരമുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പിന്നെ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അറിയാമല്ലോ ആ കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് 3 കോൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചു. ഏത് ഷെഡ്യൂളിലാണ് ഇക്കണോമിക് പ്ലാനിങ് അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് പറയുന്നത്? ഏത് ഷെഡ്യൂൾ എന്ന് ചോദിച്ചാൽ 7th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏത് പാർട്ടിൽ എന്ന് ചോദിച്ചാൽ പാർട്ട് 4, ദാറ്റ് മീൻസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിലാണ്, നിർദ്ദേശക തത്വങ്ങളിലാണ് പ്ലാനിങ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഏത് ലിസ്റ്റിൽ എന്ന് ചോദിച്ചാൽ ഏത് ലിസ്റ്റാണ്? കൺകറന്റ് ലിസ്റ്റാണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതെല്ലാം ഇതിനെ ബേസ് ചെയ്തെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതാ നോക്ക്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ്, സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ്, സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. അല്ലാതെയും ചോദിച്ചിട്ടുണ്ട്, കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമുക്ക് നോക്കാം എന്താണ് ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണം. ഇനി നമ്മൾ സ്പെസിഫൈ ചെയ്ത് സാമ്പത്തിക ആസൂത്രണത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യം? ഒന്ന്, ഇക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ഈ +1 NCERTയുടെ ടെക്സ്റ്റിൽ അവർ 4 ഗോൾസ് ആണ് കൊടുത്തിട്ടുള്ളത് പ്രധാനമായിട്ട്. നമ്മൾ അത് അല്ലാതെ കുറച്ച് ഗോൾസ് കൂടി പഠിക്കുന്നുണ്ട്, വേറെ ഗോൾസ് കൂടി ഉണ്ട്, അതുകൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ 9th ക്ലാസ്സിന്റെ ടെക്സ്റ്റിലൊക്കെ ഇക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സാമ്പത്തിക ആസൂത്രണം 5 year പ്ലാൻസ്. അപ്പോൾ അതിലൂടെ ഉൾപ്പെടുത്തി എല്ലാം കൂടി നിങ്ങൾക്ക് മിക്സ് ചെയ്താണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ +1 ടെക്സ്റ്റിൽ 4 എണ്ണമാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിനെ മാത്രം ബേസ് ചെയ്തും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് മാത്രം പോരാ, നമ്മൾ അഡീഷണൽ ആയിട്ട് 3-4 പോയിന്റ് കൂടി ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലക്ഷ്യം, ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ്ങിന്റെ ലക്ഷ്യം ഒന്ന്, ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച. എന്ത് നേടിയെടുക്കുക? ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ? അത് ഇല്ല, ഒരു ലോങ് ടേമിൽ നമുക്ക് നേടിയെടുക്കണം. അപ്പോൾ അതാണ് ഇക്കണോമിക് പ്ലാനിങ്ങിന്റെ ആദ്യ ലക്ഷ്യമായിട്ട് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ഉൾപ്പെടുത്തിയത്, സാമ്പത്തിക വളർച്ച. 2, സെൽഫ് റിലയൻസ്. രണ്ടെന്താണ്ട് സെൽഫ് റിലയൻസ്, ദാറ്റ് മീൻസ് സ്വാശ്രയത്വം. സ്വാശ്രയത്വം എന്ന് വെച്ചാൽ മറ്റുള്ളവരിലെ ആശ്രയത്വം എന്ത് ചെയ്യുക? കുറയ്ക്കുക. മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക. കാരണം ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തു? അഗ്രികൾച്ചർ പ്രോഡക്ട്സിന് വരെ, ഫുഡ് ഗ്രെയിൻസിന് വരെ നമ്മൾ വിദേശ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് മാറണം. നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ നമുക്ക് സെൽഫ് റിലയൻസ് വേണം. ദാറ്റ് മീൻസ് സ്വാശ്രയത്വം. നമ്മളുടെ വികസനത്തിന് വേണ്ടി നമ്മളുടെ റിസോഴ്സ് തന്നെ യൂട്ടിലൈസ് ചെയ്യണം. അതാണ് സ്വാശ്രയത്വം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തത് മോഡേണൈസേഷൻ. മൂന്നാമത്തേതാണ് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം. ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ അല്ലേ? എല്ലാ രംഗത്തു നിന്ന് എന്താണ് നമ്മൾ മോഡേണൈസേഷൻ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മോഡേണൈസേഷൻ ആണ്. മോഡേണൈസേഷൻ എന്ന് വെച്ചാൽ മോഡേൺ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റുകൾ, നമ്മുടെ ഔട്ട്ലുക്കിൽ മാറ്റം വരിക, നമ്മുടെ ചിന്താഗതിയിലൊക്കെ, നമ്മുടെ കാഴ്ചപ്പാടിലൊക്കെ മാറ്റം വരിക. അപ്പോൾ നമുക്കറിയാൻ പറ്റും പഴയ തലമുറയും ഇന്നത്തെ തലമുറയും അവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ എന്താണ്? ഒരുപാട് മാറ്റം വന്നു. പണ്ട് ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു, അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അതൊക്കെ ഇന്നത്തെ തലമുറ എന്ത് ചെയ്യുന്നില്ല? ഫോളോ ചെയ്യുന്നില്ല അല്ലേ? വലിയ തോതിൽ ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സമൂഹത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് മോഡേണൈസേഷൻ. അതുപോലെ മറ്റൊന്നാണ് ഇക്വിറ്റി. ഇക്വിറ്റി എന്താണ്? നീതി. നാലാമത്തെയാണ് കേട്ടോ അത്, നീതി. ഇക്വിറ്റി മീൻസ് നീതി എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയുടെ പങ്ക് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് വേണം? ബേസിക് ഫെസിലിറ്റീസ് ഉണ്ടാകണം. അടിസ്ഥാന സൗകര്യങ്ങൾ, ഫുഡ് വേണം, ക്ലോത്ത് വേണം, ഷെൽട്ടർ വേണം അല്ലേ? ബേസിക് എഡ്യൂക്കേഷൻ വേണം, ബേസിക് ഹെൽത്ത് കെയർ വേണം. അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്, നീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് +1 കൊടുത്തിട്ടുള്ള 4 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇക്കണോമിക് ഗ്രോത്ത്, സെൽഫ് റിലയൻസ്, മോഡേണൈസേഷൻ, ഇക്വിറ്റി. ഇനി അതല്ലാതെ കുറച്ച് ലക്ഷ്യങ്ങൾ കൂടി അവർ പറയുന്നുണ്ട്. റീജിയണൽ ഡെവലപ്മെന്റ്, പ്രാദേശിക വികസനം. പ്രാദേശിക വികസനം ക്രിയേറ്റ്സ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. എന്ത് ക്രിയേറ്റ് ചെയ്യുക? തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അല്ലേ? എൻഷുർ ഇക്കണോമിക് സ്റ്റെബിലിറ്റി, സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക. പോവർട്ടി അലിവിയേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. പോവർട്ടി അലിവിയേഷൻ. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് അല്ലേ? ഗോൾസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഗോൾസ് ലക്ഷ്യങ്ങളാണ് എന്തിൻ്റെ? ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ. അപ്പോൾ ഇക്കണോമിക് ഗ്രോത്ത്, സെൽഫ് റിലയൻസ്, മോഡേണൈസേഷൻ, ഇക്വിറ്റി, റീജിയണൽ ഡെവലപ്മെന്റ്, ക്രിയേറ്റ്സ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, എൻഷുർ ഇക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് പോവർട്ടി അലിവിയേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ദീസ് ആർ ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ 5 year പ്ലാൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. 5 year പ്ലാൻസ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകൾ പഠിക്കും, ഡീപ്പായിട്ട് തന്നെ പഠിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ?
ഇന്ത്യ ബംഗ്ലാദേശിനെയും നമ്മൾ റാഡ്ക്ലിഫ് ലൈൻ എന്ന് തന്നെയാണ് പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ചു. ഇത്രയും രാജ്യങ്ങൾ ചേരുന്നതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന രീതിയിൽ വിളിക്കുക, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന രീതിയിൽ വിളിക്കുക. പാകിസ്ഥാനിലേക്ക് പോകുന്നയാളെ വിളിക്കുന്ന പേര് സുലൈമാൻ റേഞ്ചസ്. യെസ്, വെൽക്കം എവ്രി വൺ ടു സഹകാരി PSC. എൻ്റെ പേര് ഭരത്. നമ്മൾ ഇന്ത്യൻ ജിയോഗ്രഫി കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ജിയോഗ്രഫിയിൽ ഒരു പ്രധാനപ്പെട്ട പോർഷനായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കി പോകുന്നുണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ ആൻഡ് ബേസിക്സ് എന്ന രീതിയിൽ. അവിടെ നമ്മൾ ഇന്ത്യയുടെ അതിർത്തികളെ പറ്റിയിട്ടുള്ളൊരു പരാമർശം നടത്തി, എത്ര കണ്ട് കരാതിർത്തികളുണ്ട്, എത്രത്തോളം കടലതിർത്തികൾ പങ്കിടുന്ന രാജ്യങ്ങളുണ്ട് പോലുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ളൊരു സ്ലൈഡിലായിരുന്നു നമ്മളൊന്ന് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, ഇതിൻ്റെ ബാക്കി പത്രം എന്നോണം കുറച്ചധികം ഇൻഫർമേഷൻസ് ഈ ബോർഡറുകളുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫാക്ട്സ്. പൊതുവിൽ ഈ അതിർത്തി പങ്കിടുന്ന രേഖകളെ പറ്റിയിട്ട് PSC ചോദ്യം ചോദിക്കാറുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയുണ്ട്, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ ചൈന, ഇന്ത്യ ഭൂട്ടാൻ, ഇന്ത്യ നേപ്പാൾ, ഇന്ത്യ മ്യാൻമർ, ഇന്ത്യ ബംഗ്ലാദേശ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ കടലതിർത്തി പങ്കിടുന്ന ശ്രീലങ്കയെയും മാൽദീവ്സിനെ പറ്റിയും നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ ഇതിൽ ചിലരുടെ എല്ലാം കര അതിർത്തികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പോയിന്റുകൾ, അല്ലെങ്കിൽ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു ലൈൻ ഓഫ് കൺട്രോൾസിന് ചില പേരുകളൊക്കെ കൊടുക്കാറുണ്ട്. ആ പേരുകൾ പലപ്പോഴും പരീക്ഷകളിൽ വന്നിട്ടുമുണ്ട്. ടു ബി വെരി പ്രിസൈസ്, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ലൈൻ, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, അല്ലെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന രേഖയെ വിളിക്കുന്ന പേരാണ് റാഡ്ക്ലിഫ് ലൈൻ. എന്താ വിളിക്കുന്ന പേര്? റാഡ്ക്ലിഫ് ലൈൻ. അതിൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ വരുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3323 കിലോമീറ്ററാണ്. 3323 കിലോമീറ്റേഴ്സാണ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ. അപ്പോൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിനെ വിളിക്കുന്ന പേരെന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയാം. പ്രീതിയോ? അതുപോലെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബോർഡർ എന്ന് പറയുന്ന പേര് ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി. 106 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ കരാതിർത്തിയാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ. അത് കേവലം 106 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതിന് വിളിക്കുന്ന പേര് ഡ്യൂറൻറ്റ് ലൈൻ. ഇതാ പേര് ഡ്യൂറൻറ്റ് ലൈൻ. ഇത് വിവിധ തരത്തിലുള്ള കമ്മീഷനുകൾക്ക് ഈ അതിർത്തികൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവിടെ പഠനം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. ആ പറയുന്ന കമ്മീഷനുകളുടെയൊക്കെ പേര് വെച്ചിട്ടാണ് നമ്മൾ ഈ ലൈൻസിൻ്റെ പേര് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഡ്യൂറൻറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ നടത്തിയ പരാമർശങ്ങളും അല്ലെങ്കിൽ നടത്തിയ പരീക്ഷണങ്ങളും ഒക്കെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പഠനങ്ങളും വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അവിടെ. ഓക്കെ, ഇപ്പോൾ ഡ്യൂറൻറ്റ് ലൈൻ എന്ന് പറയുന്ന ആരൊക്കെ തമ്മിലുള്ളതാണ്? ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ളതാണെന്ന് മനസ്സിലാക്കി വെക്കാം. അതുപോലെയാണ് ഇന്ത്യ ചൈന അതിർത്തി. 3488 കിലോമീറ്റർ, വിച്ച് ഇസ് മോർ ദാൻ പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാതിർത്തിയേക്കാൾ കൂടുതലുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ പോലും. മനസ്സിലാക്കുക, 3323 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. 3488 ഉണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി. ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ രണ്ടാം സ്ഥാനത്ത് അങ്ങനെയാണെങ്കിൽ ആരെ കണക്കൂട്ടേണ്ടി വരും? ഇന്ത്യ ചൈന. നമുക്ക് നോക്കാം. 3488 കിലോമീറ്റർ. ലൈനിന് വിളിക്കുന്ന പേര് മക്മോഹൻ ലൈൻ. ലൈനിന് വിളിക്കുന്ന പേര് മക്മോഹൻ ലൈൻ. പിന്നെ വരുന്നത് ഇന്ത്യ നേപ്പാൾ ബോർഡറാണ്. 1770 കിലോമീറ്റർ. ഇന്ത്യ ഭൂട്ടാൻ ബോർഡർ 699 കിലോമീറ്റർ. കുറവാണ്, ചെറിയ രാജ്യമാണ്. അതുപോലെ ഇൻഡോ മ്യാൻമർ ബോർഡർ എന്ന് പറയുന്നത് 1643. ഇവിടെ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം, മ്യാൻമർ ഒരു വലിയ രാജ്യമാണ്. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലെ ബഹുഭൂരിഭാഗം വരുന്ന സംസ്ഥാനങ്ങളെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് മ്യാൻമർ. അപ്പം മ്യാൻമറിലെ അതിർത്തി ആയിരിക്കണമല്ലോ കൂടുതലെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ലോജിക്കലി അങ്ങനെ പ്രതീക്ഷിക്കാം. പക്ഷെ അതല്ല, ഇൻഡോ നേപ്പാളാണ് കൂടുതൽ കേട്ടോ. അതിനേക്കാൾ കൂടുതൽ ഇന്ത്യയും നേപ്പാളും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ട്. ലെങ്ത് കുറച്ചും കൂടുതലുണ്ടല്ലോ. അങ്ങനെ കൺസിഡർ ചെയ്താലും ലോജിക്കലായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കും. അപ്പോൾ ഇൻഡോ മ്യാൻമർ കുറവ് 1643 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഇന്ത്യ ബംഗ്ലാദേശിനെയും നമ്മൾ റാഡ്ക്ലിഫ് ലൈൻ എന്ന് തന്നെയാണ് പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ചു. 4097 കിലോമീറ്ററാണ് ടോട്ടൽ ലെങ്ത് വരുന്നതെന്നറിയാം. ക്ലിയർ ആണല്ലോ? ഇതാണ് ആ ഒരു ലൊക്കേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെസ്റ്റ് ബംഗാൾ ഈസ് ദ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വിച്ച് ഷെയർസ് ദി മോസ്റ്റ് ഇൻ്റർനാഷണൽ ബോർഡേഴ്സ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിട്ട് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം പശ്ചിമ ബംഗാളാണ്. നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചിത്രം അതിനാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ചിത്രം നോക്കുക. വെസ്റ്റ് ബംഗാൾ നിൽക്കുന്നത് സാധാരണഗതിയിൽ നമ്മളൊരു മാപ്പ്, ഇന്ത്യയുടെ മാപ്പ് കാണുമ്പോൾ പെട്ടെന്ന് വിചാരിക്കുന്നത് വെസ്റ്റ് ബംഗാൾ എന്ന രാജ്യം ആകെ ഇത്രയേ ഉള്ളൂ. ആകെ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ കരുതുക. ദിസ് ഈസ് വെയർ വെസ്റ്റ് ബംഗാൾ ഈസ് എന്ന രീതിയിലാണ് നമ്മൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ വെസ്റ്റ് ബംഗാൾ എന്നാണ് നമ്മളെപ്പോഴും പരിഗണിക്കുക, കൺസിഡർ ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് തെറ്റി. അതിൽ ചെറിയൊരു
എക്സ്റ്റെൻഡ് ഇങ്ങനെ മുകളിലേക്ക് പടർന്ന് സിക്കിമിന് താഴെ കൂടി അങ്ങ് ആസാം വരെ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ശരിയാണോ? അപ്പോൾ വെസ്റ്റ് ബംഗാൾ, ടു ബി വെരി പ്രിസൈസ്, ഈ സിക്കിമിന് താഴെ ഈ നേപ്പാളിനും ബംഗ്ലാദേശിനും ഇടയിലായിട്ട് കാണുന്ന ഒരു ചെറിയ പോർഷൻ ഉണ്ട്, ഒരു നാരോ സ്ട്രെച്ച് ഓഫ് ലാൻഡ് ഉണ്ട് ഇന്ത്യയുടെ. അന്ന് അതിർത്തി വരച്ചവന്മാർ കാണിച്ച ഉരുത്തക്കേടിൻ്റെ ഫലമായിട്ട് നമുക്ക് അത്രയും ചെറിയൊരു ഇടനാഴിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലോട്ട്. ആ ഒരു ചെറിയൊരു ഇടനാഴിയുള്ള ആ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ ചിക്കൻ നെക്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. ചിക്കൻ നെക്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ വിളിക്കുന്നത് ആ ഒരു അവിടെ ഒരു പട്ടണമുണ്ട്. പട്ടണത്തിൻ്റെ പേര് സിലിഗുരിയാണ്. സിലിഗുരി പട്ടണം ആ ബോട്ടിൽ നെക്കിൽ വരുന്നതാണ് സിലിഗുരി പട്ടണം. അപ്പോൾ ഈ സിലിഗുരി പശ്ചിമ ബംഗാളിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇവിടെ നമ്മുടെ മെയിൻ ലാൻഡ് ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് ഒരു കടന്നു ചെല്ലൽ ഉണ്ടാകണമെങ്കിൽ അതൊരു കാരണവശാലും ഈ സിലിഗുരി പട്ടണം പാസ് ചെയ്യാണ്ട് പറ്റൂല. അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലൂടെ പോകാണ്ട് പറ്റില്ല. ശരിയല്ലേ? ഇവിടെ നിങ്ങൾ നോക്കുക, ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും. ശരിയല്ലേടാ? അതായത് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് എനിക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ, ലാൻഡ് മുഖാന്തരം കടക്കണമെന്നുണ്ടെങ്കിൽ, ബൈ റോഡ് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പശ്ചിമ ബംഗാൾ ടച്ച് ചെയ്തു മാത്രമേ എനിക്ക് എങ്ങോട്ടേക്ക് കയറാൻ പറ്റൂ? ആസാമിലോട്ട് കയറാൻ പറ്റൂ. ഞാൻ നോർത്ത് ഈസ്റ്റിലോട്ട് കയറുമ്പോൾ ആദ്യം എത്തുന്നത് ആസാമിലോട്ട്. ആസാമിൽ നിന്നാണ് പിന്നെ എനിക്ക് ബാക്കി ഏതൊരു സംസ്ഥാനത്തിലോട്ടും പോകാൻ പറ്റുക. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് ബൈ റോഡ് ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് ആദ്യം എൻ്റർ ചെയ്യാൻ പറ്റുന്ന നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനം ആസാമാണ്. ആസാമിൽ നിന്ന് മാത്രമേ എനിക്ക് മറ്റേതൊരു സംസ്ഥാനത്തേക്കും, ഏതൊരു നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനത്തേക്കും പോകാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി, വെസ്റ്റ് ബംഗാളിൽ നിന്നും ചെന്ന് കയറുന്ന നേരെ ആസാമിലേക്കാണ്. ആസാമിൽ നിന്നാണ് നമുക്ക് മേഘാലയയിലേക്ക് പോകണമെങ്കിലോ അരുണാചലിലേക്ക് പോകണമെങ്കിലോ ത്രിപുരയിലേക്കോ മിസോറാമിലേക്കോ മണിപ്പൂരിലേക്കോ എവിടേക്ക് പോകണമെങ്കിലും അത് ആസാമിൽ നിന്നേ പറ്റുള്ളൂ. ശരിയല്ലേ? അത് മാത്രമല്ല, അസമിലേക്ക് കടക്കണമെങ്കിൽ എന്തായാലും ഈ ഗ്രീൻ പോർഷൻ പാസ് ചെയ്തേ പോകാൻ പറ്റും. അതായത് വിച്ച് ഇസ് പാർട്ട് ഓഫ് പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ. അതായത് സിക്കിമിന് താഴെ ഒരു വെസ്റ്റ് ബംഗാളിൻ്റെ പോർഷൻ സ്ട്രിപ്പ് കിടപ്പുണ്ട്. ഇതൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ പശ്ചിമ ബംഗാളിന് ആരൊക്കെയായിട്ട് അതിർത്തി ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് അതിനകത്ത് കാണിച്ചിട്ടില്ലേ? ആരൊക്കെയുണ്ട്? നേപ്പാളുണ്ട്, ഭൂട്ടാനുണ്ട്, ബംഗ്ലാദേശുണ്ട്. നേപ്പാളുമായിട്ടും ഭൂട്ടാനുമായിട്ടും നമ്മൾ പൊതുവേ കരുതുന്ന വെസ്റ്റ് ബംഗാളിന് ആരുമായിട്ട് അതിർത്തി ഉള്ളത് ബംഗ്ലാദേശുമായിട്ടാണ് അതിർത്തി ഉള്ളത് നമ്മുടെ കൺസെപ്റ്റ്, അല്ലെ നമ്മുടെ കരുതൽ. അതല്ല. പശ്ചിമ ബംഗാളിന് നേപ്പാളും ഭൂട്ടാനുമായിട്ടും കൂടി എന്തുണ്ട്? അതിർത്തിയുണ്ട്. സോ വെസ്റ്റ് ബംഗാൾ ഇസ് ദി ഇന്ത്യൻ സ്റ്റേറ്റ് ദാറ്റ് ഷെയർസ് ദ മോസ്റ്റ് ഇൻ്റർനാഷണൽ ബോർഡേഴ്സ് എന്ന് പറയാൻ പറ്റും. അത് സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ. ഇനി യൂണിയൻ ടെറിട്ടറി ആരാടെ? ഏറ്റവും കൂടുതൽ കരാതിർത്തികൾ പങ്കിടുന്ന, മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തികൾ പങ്കിടുന്ന യൂണിയൻ ടെറിട്ടറി ഏതെന്ന് ചോദിച്ചാൽ അത് വേറൊരു ടെറിട്ടറിയുടെയും കാര്യം പറയാൻ പറ്റില്ല, ലഡാക്കിൻ്റെ കാര്യം പറയാൻ പറ്റും. ഏതാണ്? ലഡാക്കാണ് ഏറ്റവും മുകളിൽ, ഏറ്റവും നോർത്തേൺ പോർഷനിലായിട്ട് നമ്മൾ കാണുന്ന. ഇന്ത്യ ഉൾപ്പെടെ നമ്മൾ അതിനകത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈനയും അഫ്ഗാനിസ്ഥാനും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് ലഡാക്കിൽ. ചൈന, അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ. ചൈന, അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ, ഈ 3 രാജ്യങ്ങളുമായിട്ടും ആർക്ക് അതിർത്തി പങ്കിടുന്നുണ്ട്? ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശം അതിർത്തി പങ്കിടുന്നുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ മക്കളെ? ജമ്മു കാശ്മീരൊക്കെ താഴെ, ഇത് രണ്ടും ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. സ്റ്റേറ്റ് ഹുഡ് മാറി നമുക്കറിയാം, 370 ഒക്കെ എടുത്ത് മാറ്റിയതാണ്. ഇപ്പോൾ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഈ താഴെ വരുന്ന പോർഷനും വലുത് ലഡാക്കുമാണ്. ലഡാക്കിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും വലുത് നിലവിൽ ലഡാക്കാണ്. ദ ലാർജസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഏതാണ്? ലഡാക്കാണ്. വലുപ്പത്തിൽ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം ഇന്ന് ലഡാക്കാണെന്ന് കൂടി അറിഞ്ഞിരുന്നോ? ക്ലിയർ ആണേ? സെറ്റ്. ഇനി സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്നത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. കശ്മീരൊന്നും അല്ല. ഇപ്പോൾ കശ്മീർ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത മേഖലയാണെന്ന് ഞാൻ പറയും. ബിക്കോസ് ടെറൈൻ അങ്ങനത്തേതാണ്, ബുദ്ധിമുട്ടുള്ളതാണ്, മലയോര മേഖലകളാണ്, ആൾക്കാർക്ക് തുഴഞ്ഞു കയറുന്നതിനും ഒളിച്ചിരിക്കുന്നതിനും ഒക്കെ ഉള്ള സാധ്യതകൾ കൂടുതലുള്ള പ്രദേശമൊക്കെയാണ്. എന്നുള്ളത് കൊണ്ട് കശ്മീർ മേഖലകൾ കൂടുതൽ ഇൻസർജൻസി മൂവ്മെൻറ്റുകൾ നടക്കുന്നു എന്ന് പറയാൻ പറ്റും. പക്ഷേ ആ ഒരു മേഖലയല്ല, കശ്മീർ മേഖലയല്ല പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിട്ട് നിൽക്കുന്നത്. അത് ഒരു സ്റ്റേറ്റ് ഹുഡ് പറയുവാണെങ്കിൽ, യൂണിയൻ ടെറിട്ടറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ പറയാൻ പറ്റും? ജമ്മു കാശ്മീർ പറയാൻ പറ്റും. പക്ഷേ സ്റ്റേറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാനെ പറയേണ്ടി വരും. ഓക്കെ, രണ്ടിലും ലെങ്ത് വൈസ് കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാൻ തന്നെ പറയേണ്ടിയും വരും. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനുമായിട്ട് ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം രാജസ്ഥാനാണെന്നും, ഏറ്റവും കൂടുതൽ ഈ പാകിസ്ഥാനുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന പിന്നെ കേന്ദ്ര ഭരണ പ്രദേശം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം ഏതുമാണ്? ജമ്മു ആൻഡ് കശ്മീർ എന്ന യൂണിയൻ ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശവുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ ആണേ? റൈറ്റ്. ഇത്രയും കാര്യങ്ങൾ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ് ഇന്ത്യയിൽ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇന്ത്യനെ
മോർ ഓർ ലെസ് ഒരു നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്ന രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ തരുന്ന, നോർത്ത് സൗത്ത് എന്ന രീതിയിൽ ഡിവിഷൻ കൊണ്ടുവരുന്ന ഒരു രേഖയുണ്ട്, ഇന്ത്യയിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ലാറ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ ലാറ്റിറ്റ്യൂഡിൻ്റെ പേര് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖ. ഇത് വിളിക്കും ഉത്തരായന രേഖ. ഉത്തരായന രേഖ. ആ ഉത്തരായന രേഖയുടെ ലാറ്റിറ്റ്യൂഡ് ചോദിച്ചാൽ 23.5 ഡിഗ്രി നോർത്ത്, 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിലായിട്ടാണ് ആര് വരിക? ഉത്തരായന രേഖ പാസ് ചെയ്ത് പോവുക. ഇങ്ങനെയാണ് ഉത്തരായന രേഖ പാസ് ചെയ്ത് പോകുന്നത്. 23.5 ഡിഗ്രി നോർത്താണ്, 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് വരുന്നതാണ്. ഈ ഉത്തരായന രേഖ പാസ് ചെയ്ത് പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിരവധി തവണ PSC ചോദിച്ച ചോദ്യമാണ്. ഉത്തരായന രേഖ പാസ് ചെയ്ത് പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിരവധി തവണ ചോദിച്ചാണെന്നുള്ളതാണ്. നോക്കിക്കോ, രാജസ്ഥാൻ്റെ ഒരു ചെറിയ പോർഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗുജറാത്ത് ഉണ്ട്, രാജസ്ഥാനുണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ത്രിപുരയുണ്ട്, മിസോറാം ഉണ്ട്. റൈറ്റ്, അത്രയേ ഉള്ളൂ. ത്രിപുരയുണ്ട്, മിസോറാം ഉണ്ട്. ഇത്രയും സംസ്ഥാനങ്ങളിലൂടെ, 8 സംസ്ഥാനങ്ങളിലൂടെ അല്ലേ, 1, 2, 3, 4, 5, 6, 7, 8 സംസ്ഥാനങ്ങളിലൂടെ ആരെ പാസ് ചെയ്ത് പോകുന്നുണ്ട്? നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ പാസ് ചെയ്തു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ പാസ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഗുജറാത്ത് ഉണ്ട് അല്ലേ, ഗുജറാത്ത് ഉണ്ട്, രാജസ്ഥാനുണ്ട്, മധ്യപ്രദേശ്, മൂന്നാമത്തെ മധ്യപ്രദേശ് ഉണ്ട്, പിന്നെ ഛത്തീസ്ഗഡ് ഉണ്ട്, പിന്നെ ജാർഖണ്ഡ് ഉണ്ട്, ദെൻ കംസ് വെസ്റ്റ് ബംഗാൾ ഉണ്ട്. പിന്നെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ 2 ആശാന്മാരാണ്, ത്രിപുരയും മിസോറാം. ത്രിപുര ആൻഡ് മിസോറാം. ഓക്കെ, ത്രിപുര ആൻഡ് മിസോറാം. അപ്പോൾ 4 4 8 എണ്ണമായി. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. നിങ്ങൾ മാപ്പും കൂടെ നോക്കി അങ്ങ് പഠിച്ചാൽ മതി. ജോഗ്രഫി പഠിക്കുമ്പോൾ പരമാവധി നിങ്ങൾ മാപ്പും കൂടെ കയ്യിൽ കണ്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു അറ്റ്ലസ് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അറ്റ്ലസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എസെൻഷ്യലി വേണ്ട ചില മാപ്പുകളെ അടുത്ത് ഇതുപോലെ എടുത്ത് വെച്ച് തന്നെ പരമാവധി പഠിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക കേട്ടോ. ഉത്തരായന രേഖ പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരെ കിട്ടി. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. ഇത്ര എപ്പോഴേക്കും മെയിൻലാൻഡ് കഴിഞ്ഞു. ഇനി നോർത്ത് ഈസ്റ്റിൽ ആരൊക്കെയുണ്ട്? ത്രിപുരയും മിസോറാമും ഉണ്ട്. ആരൊക്കെയുണ്ട്? ത്രിപുരയും മിസോറാമും ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഇപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയൊക്കെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ക്ലൈമാറ്റിക് സോൺസിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു. ടോറിഡ് സോണിലും ടെമ്പറേറ്റ് സോണിലും ഒക്കെ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ റീജിയനുകളിലായിട്ടാണ് നമ്മുടെ ഇന്ത്യനെ കാണാൻ പറ്റുക എന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയതാണ്. അതുപോലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനെ പറ്റി നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗ്രീനിഷ് മീൻ ടൈമിൽ നിന്നും 5.5 മണിക്കൂർ മുന്നോട്ടാണ്, എഹെഡാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, വിച്ച് ഇസ് പാസിംഗ് ത്രൂ ദി ലോഞ്ചിറ്റ്യൂഡ് 82.5 ഡിഗ്രി ഈസ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതിൽ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറും നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും നമ്മുടെ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ഉത്തരായന രേഖയും ഇത് രണ്ടും പാസ് ചെയ്ത് പോകുമ്പോൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്. 2 ലൈൻസ് പാസ് ചെയ്ത് പോകുമ്പോൾ എന്തായാലും ഒരു പോയിന്റ് വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യല്ലോ, വിച്ച് ഇസ് ഇൻ ഛത്തീസ്ഗഡ്. എവിടെ വെച്ചാണ് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്? ഛത്തീസ്ഗഡിൽ വെച്ച്. ഛത്തീസ്ഗഡിൽ എവിടെ വെച്ചിട്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്? കൊറിയ ഡിസ്ട്രിക്ട്. എവിടെയാണ്? കൊറിയ ഡിസ്ട്രിക്ട് ഓഫ് ഛത്തീസ്ഗഡ് വെച്ചിട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലൈനും നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന ഉത്തരായന രേഖയും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വഴിയാണ് ആര് പോവുക? നമ്മുടെ ഈ 82.5 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് പോകുന്നത്. ഇപ്പോൾ രണ്ടും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ ഈ പോയിന്റിൽ വെച്ച് രണ്ട് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ഇതും ചോദ്യമാണ്. ISTയും ട്രോപ്പിക് ഓഫ് ക്യാൻസറും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഏത് സംസ്ഥാനത്ത് വെച്ചാണ്? ഇൻ വിച്ച് സ്റ്റേറ്റ് ഡസ് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് IST ഇൻ്റർസെക്ട്സ് ഈച്ച് അതർ? ഏതാ സ്റ്റേറ്റ് ഏതാ? അത് ഛത്തീസ്ഗഡ് ആണ്. പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ കൊറിയ ഡിസ്ട്രിക്ട്. ജില്ല ഏതെന്ന് ചോദിച്ചാൽ കൊറിയ ഡിസ്ട്രിക്ട്. ലൊക്കേഷൻ ഏതെന്ന് ചോദിച്ചാലും കൊറിയ ഡിസ്ട്രിക്ട്. അത്രേ ഞാൻ ചോദിക്കുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല. ഇവിടെ കിട്ടുന്നുണ്ടോ മക്കളെ? അപ്പോൾ ISTയും ട്രോപ്പിക് ഓഫ് ക്യാൻസർ കൂടി പാസ് ചെയ്യുന്ന സ്ഥലം കൂടി ഒന്ന് വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറയാൻ വിട്ടുപോയി. അതുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് അതും കൂടി ഒന്ന് എടുത്തതാണ്. ഓക്കെ, നൗ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. പലപ്പോഴും നമ്മൾ ഇന്ത്യ എന്ന വാചകം ഉപയോഗിക്കുന്നതിനോടൊപ്പം പറയുന്നത്, അല്ലെങ്കിൽ അതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഇപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നൊക്കെ പറയുമ്പോൾ എസെൻഷ്യലി ആലോചിക്കുന്നത് അല്ലെങ്കിൽ മീൻ ചെയ്യുന്നത് ഇന്ത്യൻ മെയിൻലാൻഡിനെ അല്ല എന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. ഓക്കെ, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഡസ് നോട്ട് മീൻ ഇന്ത്യൻ മെയിൻലാൻഡ്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ മാത്രമല്ല, ഇന്ത്യൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ട്. ഇന്ത്യ, മാൽദീവ്സ്, ശ്രീലങ്ക, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്, മ്യാൻമർ വരുന്നില്ല, ബംഗ്ലാദേശ്, ഇത്രയും രാജ്യങ്ങൾ വരുന്നതിനെയാണ് നമ്മൾ, അഫ്ഗാനിസ്ഥാനും വരുന്നില്ല,
ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് വിളിക്കുന്നത്. ആരൊക്കെ വരും നോക്കൂ? ഇന്ത്യൻ സബ് കോണ്ടിനകത്ത് ആരൊക്കെയുണ്ട്? മാൽദീവ്സ് ഉണ്ട്, ശ്രീലങ്കയുണ്ട്, പാകിസ്ഥാനുണ്ട്, നേപ്പാളുണ്ട്, ഭൂട്ടാനുണ്ട്, ബംഗ്ലാദേശുണ്ട്. ഇത്രയും രാജ്യങ്ങൾ പ്ലസ് ഇന്ത്യ, ഇത്രയും രാജ്യങ്ങൾ ചേരുന്നതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന രീതിയിൽ വിളിക്കുക, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന രീതിയിൽ വിളിക്കുക. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ, ആൾക്കാരെ പഠിച്ചു. അതിനകത്ത് മ്യാൻമറും ഇല്ല, അഫ്ഗാനിസ്ഥാനും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ഭാഗമല്ല. അത് നമുക്കറിയാം, ഇന്ത്യ ഫോം ചെയ്ത് ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും നമ്മൾ കൂട്ടിമുട്ടിയിട്ടൊക്കെയാണ് ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന ഫോർമേഷനൊക്കെ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഹിമാലയ പർവ്വതം ഉൾപ്പെടെ ഫോം ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയുടെ ഫിസിയോഗ്രഫി കാണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. അതല്ലാതെ വരുന്ന ആൾക്കാരാണ്. അഫ്ഗാനിസ്ഥാനൊക്കെ അതിൻ്റെ ഭാഗമല്ല, വേറൊരു ലാൻഡ് ഫോമിൽ ഉണ്ടായിരുന്നതാണ്. മ്യാൻമറും അല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിലൂടെ ഉണ്ടായിട്ടുള്ള രാജ്യങ്ങൾ എന്ന രീതിയിലാണ് നമ്മൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് വിളിക്കുന്ന ഇത്രയും രാജ്യങ്ങളെ പറ്റി പറഞ്ഞത്. ആരൊക്കെയാണെന്ന് ഓർക്കുക. The Indian subcontinent is bordered by the Himalayas on the north, the Arakan ranges on the east, and the Hindu Kush ranges on the west. അരക്കൻ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്ന കുൻലുൻ മലനിരകൾ എന്ന് പറയുമ്പോൾ ചൈനയിലേക്ക് ഈ ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമുണ്ട്, നമ്മുടെ ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് എന്ന് പറയും. അത് പല മലനിരകൾ വന്ന് കൂടിച്ചേരുന്നൊരു പോയിന്റും ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നൊരു സ്ഥലമാണ്. ആ പല മലനിരകൾ വന്ന് കൂടിച്ചേരുന്ന ആ പോയിന്റിന് വിളിക്കുന്ന പേരാണ് പാമീർ നോട്ട്. ഇത് വിളിക്കും പാമീർ നോട്ട് എന്ന് വിളിക്കും. ഓക്കെ, പാമീർ നോട്ട്. അപ്പോൾ ഈ പാമീർ നോട്ട് എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് ശരിക്കും പറയാം നമ്മുടെ ഈ ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് ഒക്കെ താഴേക്ക് ഇന്ത്യയുടെ അതിരു പിടിച്ചിങ്ങനെ പോവുകയൊക്കെ ചെയ്യും. നമ്മുടെ കാരക്കോറം റേഞ്ചസും ലഡാക്ക് റേഞ്ചസും സസ്കർ റേഞ്ചസും ഹിമാലയൻ പർവ്വത നിരകളും ഒക്കെ വരുന്നത് ഈ പാമീർ നോട്ടിൽ നിന്നും ഇന്ത്യയിലേക്ക് എന്ന രീതിയിലാണ്. അതേ പാമീർ നോട്ടിൽ നിന്നും ചൈനയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന മലനിരയെ വിളിക്കുന്ന പേരാണ് കുൻലുൻ മലനിരകൾ. അതുപോലെ രണ്ടാമത്തെ ഒരാൾ ടിയാൻഷൻ എന്ന് പറയുന്ന മറ്റൊരു മലനിരയുണ്ട് ചൈനയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. പിന്നൊന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്ന മലനിര എന്ന് വിളിക്കാൻ പറ്റുന്ന ആളാണ് നമ്മുടെ ഹിന്ദു കുഷ് റേഞ്ചസ്. വെസ്റ്റേൺ സൈഡിലേക്ക് പോകുന്ന ആളാണ് ഹിന്ദു കുഷ് റേഞ്ചസ്. പാകിസ്ഥാനിലേക്ക് പോകുന്ന ആളെ വിളിക്കുന്ന പേര് സുലൈമാൻ റേഞ്ചസ്. പാമീർ നോട്ടിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന ആളെ വിളിക്കുന്ന പേര് സുലൈമാൻ റേഞ്ചസ്. അപ്പം ഇങ്ങനെ പാമീർ നോട്ടിൽ നമ്മൾ ലോകത്തിൻ്റെ നെറുക എന്നൊക്കെയാണ് പറയുക, ദ റൂഫ് ഓഫ് ദി വേൾഡ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സ്ഥലമാണ് ഈ പാമീർ നോട്ട്, വിച്ച് ഇസ് ദി ഹയസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി നിൽക്കുന്ന സ്ഥലമാണ് പാമീർ നോട്ട് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പാമീർ നോട്ടിൽ നിന്നും പോകുന്ന മലയിടുക്കുകളെയാണ് നമ്മൾ പറയുന്നത്. ഹിന്ദു കുഷ് റേഞ്ചസ് ഉണ്ട്, ടിയാൻഷൻ ഉണ്ട്, കുൻലുനുണ്ട്, നമ്മുടെ കാരക്കോറം റേഞ്ചസും സസ്കർ റേഞ്ചസും, അതായത് നമ്മുടെ ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് ഉണ്ട്, പിന്നെ സുലൈമാൻ റേഞ്ചസ് പാകിസ്ഥാനിലേക്കൊക്കെ പോകുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കാം. ക്ലിയർ ആണേ? റൈറ്റ്. അതുപോലെ ഈസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നവന് അരക്കൻ റേഞ്ചസ് ഉണ്ട് കേട്ടോ. അവിടെ അരക്കൻ റേഞ്ചസ് ഉണ്ട്, അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഫിഗറിൽ കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദ സദേൺ ബൗണ്ടറി ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഈസ് ദി ഇന്ത്യൻ ഓഷൻ, നമുക്കറിയാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷനാണ്. നമ്മുടെ ഈ ടൈം സോണുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ 15 ഡിഗ്രി മാറുമ്പോൾ ഓരോ മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനെ പറഞ്ഞതിനകത്ത് ഞാൻ ഒരു സാധനം പറയാൻ വിട്ടു എന്നുള്ളതാണ്. 15 ഡിഗ്രി മാറുമ്പോൾ ഓരോ മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ടാകും, അതായത് 60 മിനിറ്റ് വ്യത്യാസം ഉണ്ടാകും. ശരിയല്ലേ? 15 ഡിഗ്രി മാറുമ്പോൾ ഒരു മണിക്കൂർ വ്യത്യാസം ഉണ്ടാകും, വിച്ച് ഇസ് എസെൻഷ്യലി 60 മിനിറ്റ്സ്. 60 മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി മാറുമ്പോൾ എത്ര വ്യത്യാസം ഉണ്ടാകും? 1 ഡിഗ്രി മാറുമ്പോൾ 60/15 അല്ലേ, എത്രയാണ്? 4 മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാകും. എത്ര വ്യത്യാസം ഉണ്ടാകും മക്കളെ? 4 മിനിറ്റ്. അപ്പോൾ 1 ഡിഗ്രി ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് 4 മിനിറ്റാണ്. അപ്പോൾ 30 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്ത് പോകുന്ന സ്ഥലത്ത് നിന്ന് 31 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്യുന്ന സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 മിനിറ്റിൻ്റെ എക്സ്റ്റൻഷൻ അവിടെ കാണും, ഒരു 4 മിനിറ്റിൻ്റെ വ്യത്യാസം അവിടെ കാണും. കിട്ടുന്നുണ്ടോ? 15 ഡിഗ്രി വെച്ചിട്ടുള്ള കാര്യം നമുക്ക് കൂടുതലും ചോദിക്കുള്ളൂ പരീക്ഷയ്ക്ക്, അതുകൊണ്ടാണ് ഞാൻ അത് വെച്ചിട്ട് തന്നെ പറഞ്ഞു പോയത്. എന്നാലും ഓരോ ഡിഗ്രി എന്നുള്ള രീതിയിൽ മാത്രമല്ല നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കി അറിയാൻ പറ്റുമല്ലോ. 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 60 മിനിറ്റ് ഡിവൈഡഡ് ബൈ 15 ഡിഗ്രി അല്ലേ, 60/15 ചെയ്യുമ്പോൾ കിട്ടും, അതായത് 4 മിനിറ്റ്. അപ്പോൾ 1 ഡിഗ്രി മൂവ് ചെയ്യുമ്പോൾ 4 മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയാണ് നമ്മൾ 30 ഡിഗ്രി മൊത്തത്തിൽ 220 മിനിറ്റിൻ്റെ വ്യത്യാസം, അതായത് 2 മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയതായതുകൊണ്ട് ഞാൻ കൂടുതൽ വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ. Except Madhya Pradesh, Chhattisgarh, Jharkhand, Delhi, Haryana and Telangana, all other states in the country have one or more international borders or a coastline that can be regarded as a front line states from the point of view of border management. അതായത് മധ്യപ്രദേശും ഛത്തീസ്ഗഡും ജാർഖണ്ഡും ഡൽഹി എന്ന കേന്ദ്രഭരണ പ്രദേശവും ഹരിയാനയും തെലങ്കാനയും
ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒന്നുകിൽ ഒരു കരാതിർത്തി ഉണ്ട്, അല്ലെങ്കിൽ അവർക്കെല്ലാം ഒരു കടലതിർത്തി ഉണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ നാട്ടിലെ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അതിർത്തികളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കം. ആരൊക്കെയാ? മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഡൽഹി, ഹരിയാന, തെലങ്കാന. ഇതൊഴികെ ബാക്കി എല്ലാവർക്കും ഒന്നുകിൽ ഒരു കരാതിർത്തി കാണും, അല്ലെങ്കിൽ കടലുമായിട്ട് അതിർത്തി കാണും. പിടികിട്ടി? ഇപ്പോൾ കേരളവും കർണാടകവും ഗോവയൊക്കെ പറഞ്ഞാൽ വേറൊരു രാജ്യവുമായിട്ട് അതിർത്തിയില്ല അവന്, പക്ഷെ അവൻ എന്തുണ്ട്? കോസ്റ്റൽ ബൗണ്ടറി ഉണ്ട്, അവന് കടലുമായിട്ട് അതിർത്തിയുണ്ട്. പിടികിട്ടുന്നുണ്ടോ? റൈറ്റ്. ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ ബീഹാറിൻ്റെ കാര്യം ചോദിച്ചാൽ അവന് നേപ്പാളുമായിട്ട് അതിർത്തിയുണ്ട്. ജമ്മു കാശ്മീരിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ജമ്മു കാശ്മീർ മേഖലയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്. ലഡാക്ക് മേഖലയാണെന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും അതിർത്തിയുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുള്ളൂ. പശ്ചിമ ബംഗാളാണെങ്കിൽ ബംഗ്ലാദേശും ഭൂട്ടാനും നേപ്പാളുമായിട്ട് അതിർത്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഒന്നുകിലൊരു മറ്റു രാജ്യവുമായിട്ട് അതിർത്തി കാണും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒഡീഷയ്ക്ക് കടലതിർത്തിയുണ്ട് അല്ലേ? പിടികിട്ടുന്നുണ്ടോ? ആന്ധ്രാപ്രദേശിന് കടലതിർത്തിയുണ്ട്, തമിഴ്നാടിന് കടലതിർത്തിയുണ്ട്, ഗോവയ്ക്ക് കടലതിർത്തിയുണ്ട്, മഹാരാഷ്ട്രയ്ക്ക് ഗുജറാത്തിന് കടലതിർത്തിയുണ്ട്, ഗുജറാത്തിന് കരയും അതിർത്തിയുണ്ട്, പാകിസ്ഥാനുമായിട്ടും അതിർത്തി. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അണ്ടർസ്റ്റാൻഡ് ആയിട്ടുണ്ട് എന്ന ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ, ഈ ഒരു പാർട്ട് 2 ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഇന്ത്യൻ ഫിസിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ്സിൽ വ്യത്യസ്തമായ മറ്റൊരു കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. The Portuguese captured Goa, the naval headquarters of the Samarin at the time of arrival of Vasco da Gama. മരക്കാർ ഫോർട്ട് അല്ലെങ്കിൽ പുതുപ്പണം ഫോർട്ട് എന്ന് പറയുന്നത് ഏത് കുഞ്ഞാലി മരക്കാറാണ് ബിൽഡ് ചെയ്തതെന്ന് എടുത്തു ചോദിച്ചാൽ അത് ഹായ് ഫ്രണ്ട്സ്, സഹകാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഓൾറെഡി ഒരു ക്ലാസ് പോയതാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസിൻ്റെ, പോർച്ചുഗീസിൻ്റെ ഇൻവേഷൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അവിടെ നമുക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളെയൊക്കെ കാണാൻ സാധിച്ചു. ബർത്തലോമിയ ഡയസിനെ കണ്ടു, അതുപോലെ തന്നെ അൽമേഡയെ കണ്ടു, വാസ്കോ ഡ ഗാമയെ കണ്ടു. ഒരുപാട് വ്യക്തിത്വങ്ങളെ പോർച്ചുഗീസുമായിട്ടും പ്രശസ്തരായിട്ടുള്ളവരും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ പ്രശസ്തരായ സാമൂതിരിമാരെയും രാജാവിനെയും എല്ലാം നമ്മൾ കണ്ടു. അപ്പം ഇന്ന് നമ്മൾ അറൈവൽ ഓഫ് യൂറോപ്യൻസിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാണ്. ഓക്കെ, നമുക്ക് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഇനി മുന്നേ ഉള്ള 2021 ശേഷം തന്നെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത് കൂടുതലും. അതിന് മുന്നേ നോക്കിയാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി അല്ലേ? രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. Goa was captured by Portuguese under the viceroyalty of which specific trade agreement prior to the arrival of the East India Company significantly altered the balance of maritime power of the Arabian Sea, thereby indirectly contributing to the later vulnerability of Malabar's coastal trade. അതുപോലെ തന്നെ which of the following statements about കുഞ്ഞാലി മരക്കാസ് is correct? Which of the following statement is correct about പോർച്ചുഗീസ്? ഫത്ഹദൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയാം. നമുക്ക് ഇതിലെല്ലാം വരാം. ആദ്യമായിട്ട് നമുക്ക് ക്ലാസ്സിലേക്കൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബ്ലൂ വാട്ടർ പോളിസി പഠിച്ചു അല്ലേ? അൽമേഡയാണ് ആദ്യത്തെ വൈസ്രോയി എന്ന് പറഞ്ഞു അല്ലെ? മേഡയിൽ നിന്നും എന്താണ് ബ്ലൂ വാട്ടർ വന്നു എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ആദ്യം മേഡയെല്ലാം സജ്ജീകരിച്ചു, ആദ്യത്തെ വൈസ്രോയി നമ്മൾ പറഞ്ഞു അൽമേഡയെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽഫോൺസോ ഡി അൽബൂക്കർക്കാണ്. അപ്പം നിങ്ങൾ ഇതിൽ ഈ ബുക്ക് എന്ന് പറയുന്നത് ഓർത്തു വെച്ചേക്കാം. ഇതിൽ നമ്മൾ ബുക്ക് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ എന്ത് ചെയ്താലും ഇനി അൽബൂക്കർക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബുക്ക് വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് പോകാം. അപ്പം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ഓക്കെ, ശരി. അപ്പം അൽബൂക്കർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പോർച്ചുഗീസ് വൈസ്രോയി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. സെക്കൻഡ് യൂറോപ്യൻ വൈസ്രോയി ഇൻ ഇന്ത്യ. നമുക്കറിയാം പോർച്ചുഗീസ് ആണ് ആദ്യമായി വന്നത്. അപ്പോൾ ആദ്യത്തെ വൈസ്രോയി അൽമേഡ, രണ്ടാമത്തെ വൈസ്രോയി അൽബൂക്കർക്ക്. അപ്പോൾ യൂറോപ്യൻ വൈസ്രോയി എന്ന് ചോദിച്ചാലും അത് ആര് തന്നെയാണ്? അൽബൂക്കർക്ക് തന്നെയാണ്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ കൃത്യതയോടെ നോക്കിയില്ലെങ്കിൽ മാർക്ക് നഷ്ടമാവും. അടുത്തതായിട്ട് പോവാം. ദ മോസ്റ്റ് ഫേമസ് പോർച്ചുഗീസ് വൈസ്രോയി ഇൻ ഇന്ത്യ. ഏറ്റവും കൂടുതൽ പ്രശസ്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആര് എന്ന് ചോദിച്ചാലും അത് അൽബൂക്കർക്കാണ്. രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയ അൽബൂക്കർക്കാണ് എന്നത് കൃത്യമായിട്ട് ഓർക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ദ റിയൽ ഫൗണ്ടർ ഓഫ് ദ പോർച്ചുഗീസ് കൊളോണിയൽ എംപയർ ഇൻ ഇന്ത്യ. ഈ പോർച്ചുഗീസുകാരെ എടുത്താൽ പോർച്ചുഗീസിന്റെ ആധിപത്യത്തെ കൃത്യമായി
ഉറപ്പിച്ച വ്യക്തിത്വം ആരാണതാ? അത് അൽബൂക്കർക്കാണ്. ബുക്കാണ്, മൊത്തത്തിൽ ബുക്ക് ചെയ്തു. ദ റിയൽ ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ പോർച്ചുഗീസിന്റെ അടിത്തറ ഉറപ്പിച്ച റിയൽ ഫൗണ്ടർ അത് അൽബൂക്കർക്കാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. 1513 ഓർത്തു വയ്ക്കുക. കണ്ണൂർ പാക്ട്, കണ്ണൂർ സന്ധി ഓർത്തു വയ്ക്കുക. ആരോടായിട്ടാണ്? സാമോറിൻ നമുക്കറിയാം, കോഴിക്കോട് ഭരിച്ചിരുന്ന സാമോറിൻ, സാമൂതിരി എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ 1513 1513 കണ്ണൂറാണ്. കണ്ണൂരിൽ സാമോറിൻ, കണ്ണൂർ സന്ധി എന്താണ്? 1513 കണ്ണൂർ സന്ധി ഒപ്പിട്ടു. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കുക. ദി വൈസ്രോയി ഹു ലെഡ് ദ ക്യാപ്ചർ ഓഫ് ഗോവ. ഇത് നമുക്ക് കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഇല്ല, എന്നാലും ഒന്ന് നോക്കി വെക്കാം. ഏത് വൈസ്രോയി ആണ് ഗോവ പിടിച്ചെടുത്തത്? ഫുള്ളും ബുക്കാണ്, ബുക്ക് ചെയ്തു. ഗോവയും പോയങ്ങ് ബുക്ക് ചെയ്തു എന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? അൽഫോൺസ ഡി അൽബൂക്കർക്ക് സെക്കൻഡ് പോർച്ചുഗീസ് വൈസ്രോയി ആണ്, സെക്കൻഡ് യൂറോപ്യൻ വൈസ്രോയി ആണ്, ഏറ്റവും പ്രശസ്തനായ വൈസ്രോയി ആണ്. ആ പോർച്ചുഗീസിന്റെ അടിത്തറ ഉറപ്പിച്ച റിയൽ ഫൗണ്ടർ അൽബൂക്കർക്കാണ്. അതുപോലെ 1513 കണ്ണൂർ സന്ധി, അത് ഓർത്ത് വെക്കുക. വർഷം ഏത് പാക്ട് ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ആരാണ് ഗോവ പിടിച്ചെടുത്തത്? അൽബൂക്കർക്കാണ്. ഗോവയ്ക്കും ബുക്ക് ചെയ്തു. ഇത് ഇയർ ഇൻ വിച്ച് ദ പോർച്ചുഗീസ് കോൺകേർഡ് ഗോവ. അതും കൂടി ഒന്ന് നോക്കി പോവാം. 1510 ഗോവ എന്ത് ചെയ്യുന്നത്? അൽബൂക്കർക്കിന്റെ ബുക്ക്, ഞാൻ ബുക്ക് എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞു, ബുക്ക് എന്ത് ചെയ്തത്? ഗോവ പിടിച്ചെടുത്ത വർഷം എന്നൊന്ന് കണക്ട് ചെയ്യുക. ദ ഫസ്റ്റ് ഗവർണർ ഓഫ് ഗോവ, ഗോവയിലെ ആദ്യത്തെ ഗവർണറും ആരായിരുന്നു? ബുക്ക് ചെയ്തപ്പം ആദ്യമായിട്ട് പോയതും അദ്ദേഹം തന്നെയാണ്. ദ പോർച്ചുഗീസ് ക്യാപ്ചർഡ് ഗോവ ഫ്രം യൂസഫ് ആദിൽ ഷാ സുൽത്താൻ ഓഫ് ബിജാപൂർ. ബിജാപൂരിലെ സുൽത്താനായ യൂസഫ് ആദിൽ ഷായിൽ നിന്നുമാണ് ആര്? പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത്. വീണ്ടും പറഞ്ഞാൽ ദ വൈസ്രോയ് ഡിസൈഡഡ് ടു ഷിഫ്റ്റ് ദ പോർച്ചുഗീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഫ്രം കൊച്ചി ടു ഗോവ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഡിസൈഡഡ് എന്ന് ഓർത്തുക. ഏത് വൈസ്രോയിയുടെ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഏത് വൈസ്രോയി ആണ് കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് ചോദിച്ചാൽ അത് അൽബൂക്കർക്കാണ്. ബുക്കാണ്, അൽബൂക്കർക്കാണ്, ഓർക്കുക. പിന്നീട് പറയേണ്ട പോയിന്റ് ആണ്, പക്ഷെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. എന്നാൽ 1530 നിനോഡ കുൻഹായാണ് യഥാർത്ഥത്തിൽ ഈ പോർച്ചുഗീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പൊ ഡെസിഷൻ എടുത്തത് അൽബൂക്കർക്കാണ്. റിയാലിറ്റി അല്ലെങ്കിൽ നേരിട്ട് നടപ്പിലാക്കിയത് നിനോഡ കുൻഹയാണ്. അതൊന്ന് ഓർക്കുക. പിന്നെയും പറയുമ്പോൾ ദ പോർച്ചുഗീസ് വൈസ്രോയി ഹു വർക്ക്ഡ് വിത്ത് ദ എയിം ഓഫ് ഡെസ്ട്രോയിങ് ദ നേവൽ പവർ. അപ്പം നമുക്കറിയാം, നേവൽ പവർ, ഒരു നേവൽ ശക്തി ഉണ്ടാണ്, നാവികസേന, അതിനെ നശിപ്പിക്കണം അല്ലെ? സാമൂറിൻ അല്ലെങ്കിൽ സാമൂതിരിയുടെ നാവിക സേനയെ നശിപ്പിക്കണമെന്ന് ഏറ്റവും ആദ്യം ഒന്ന് ആഗ്രഹിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നങ്ങൾ ആരംഭിച്ച വ്യക്തിയാണ് അൽഫോൺസോ ഡി അൽബൂക്കർക്ക്. ഓക്കെ, ഇനി ദ പോർച്ചുഗീസ് വൈസ്രോയ് അറ്റാക്ക് ദ സിറ്റി ഓഫ് കോഴിക്കോട് നഗരത്തെ ആക്രമിച്ചത്. നമുക്ക് അൽബൂക്കർക്കിനെ വളരെ മുന്നേ തന്നെ അറിയാം അല്ലേ? അൽബൂക്കർക്ക് ഇവിടെ നിന്ന് പോയ വ്യക്തിയാണോ? അല്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? വാസ്കോഡ ഗാമ പോകുന്ന സമയത്തും അൽബൂക്കർക്ക് ഇവിടെ വന്നിരുന്നു. അതിനുശേഷം അൽബൂക്കർക്ക് നമ്മൾ പറഞ്ഞിരുന്നു 1503 അൽബൂക്കർക്കാണ് കൊച്ചി രാജാവുമായിട്ട് സാമൂറിന്റെ യുദ്ധസമയത്ത് കൊച്ചിയെ സഹായിച്ചത് അൽബൂക്കർക്ക്. അപ്പൊ അൽബൂക്കർക്ക് ഇവിടെ തന്നെ ഉണ്ട്. അപ്പം കോഴിക്കോടിനെ അറ്റാക്ക് ചെയ്തത്, കോഴിക്കോട് സിറ്റിയെ അറ്റാക്ക് ചെയ്തത് അത് ഏത് പോർച്ചുഗീസ് വൈസ്രോയി ആണടാ? അത് അൽബൂക്കർക്കാണ്. ഇനിയും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ കുറച്ച് റിഫോംസ് ആണ് നമ്മൾ പറയുന്നത്. മിക്സഡ് കൊളോണിയൽ സിസ്റ്റം, സ്ഥിരമായിട്ട് ഒരു ചോദ്യം, ഒരു PSC പോയിന്റ് ഓഫ് വ്യൂല് PSC ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. മിക്സഡ് കൊളോണിയൽ സിസ്റ്റം എന്ന ആ ഒരു കോൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവന്ന പോർച്ചുഗീസ് വൈസ്രോയി ആണ് രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയ അൽബൂക്കർക്ക്. എന്താണ് മിക്സഡ് കൊളോണിയൽ സിസ്റ്റം? മാരേജ് ബിറ്റ്വീൻ ദ പോർച്ചുഗീസ് ആൻഡ് ദ ഇന്ത്യൻസ്. അതായത് ഇന്ത്യൻ സ്ത്രീകളെ വിവാഹം കഴിക്കൂ. അതായത് പോർച്ചുഗീസും ഇന്ത്യൻസും തമ്മിലുള്ള ഒരു മിക്സ്ചർ, അതായത് അങ്ങനെയുള്ള അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ എന്ന ഒരു കോൺസെപ്റ്റ് ആർക്കുണ്ടായിരുന്നു? അൽബൂക്കർക്കിന് ഉണ്ടായിരുന്നു. അപ്പം മിക്സഡ് കൊളോണിയൽ സിസ്റ്റവും ഏത് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. അത് അൽബൂക്കർക്കാണ്. ഇനി പോയി കഴിഞ്ഞാൽ അല്ലെ, അബോളിഷ്ഡ് സതി നിർത്തലാക്കിയ, തന്റെ കൺട്രോളിലുണ്ടായിരുന്ന എല്ലാ സ്ഥലങ്ങളിലും സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്ത പോർച്ചുഗീസ് വൈസ്രോയി ആര്? രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയ അൽബൂക്കർക്ക്, റിയൽ ഫൗണ്ടറായ അൽബൂക്കർക്ക്. ഓർത്തു വെക്കുക.
ഇനി എന്താണ് പഠിച്ചത്? അതുപോലെ തന്നെ അദ്ദേഹം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ സ്ഥാപിച്ചു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥാപിച്ചു. പിന്നെ എന്താ അദ്ദേഹം ചെയ്തു? ഇദ്ദേഹം കോയിൻസ് അതുപോലെ തന്നെ സ്കൂളുകളും എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് അൽബുക്കർക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കാം. പിന്നെ ഇന്ത്യൻസ് വേർ റിക്രൂട്ടഡ് ഇൻ ടു ഹിസ് ഓൺ ആർമി. അപ്പൊ ഇന്ത്യൻസിനെയും അദ്ദേഹത്തിന്റെ ആർമിയിൽ ആദ്യമായിട്ട് റിക്രൂട്ട് ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയ് അല്ലെങ്കിൽ ആദ്യമായിട്ട് റിക്രൂട്ട് ചെയ്ത ഒരു യൂറോപ്യൻ ശക്തി, അതിൽ വരുന്ന വ്യക്തി എന്നൊക്കെ ചോദിച്ചാൽ അത് രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയ് ആയ റിയൽ ഫൗണ്ടർ ഓഫ് ദ പോർച്ചുഗീസ് എംപയർ ഇൻ കേരള അല്ലെങ്കിൽ ഇന്ത്യ ആയ ആരാണ്? അൽബുഖർക്കാണ്. ഓർത്തു വെക്കുക. അപ്പൊ ഇദ്ദേഹത്തിനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതൊന്നും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡഡ് അല്ല എങ്കിലും കൂടി ജസ്റ്റ് പറഞ്ഞു പോവാം. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് വാസ് ടൈറ്റൻഡ്. നിയമങ്ങൾ അദ്ദേഹം കുറച്ചും കൂടി ടൈറ്റാക്കി, അത് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആക്കി. അതുപോലെ തന്നെ വിജയനഗര എംപയറുമായിട്ട് ഇവർ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവെച്ചിരുന്നു. പിന്നെ ഇന്ത്യയിൽ ഇത് ചോദിക്കാം, ദ വൈസ്രോയ് ഹു ലെഡ് പോർച്ചുഗീസ് കൊളോണിയലൈസേഷൻ ഇൻ ഇന്ത്യ. പോർച്ചുഗീസ് കോളനിവൽക്കരണം ഇന്ത്യയിൽ വന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് അത് അൽബുഖർക്കാണെന്ന് ഓർത്തു വെക്കുക. പോർച്ചുഗീസ് കോളനിയലൈസേഷൻ. ഓക്കെ, ഓർത്തു വെക്കുക. ഇനിയും സെന്റ് തോമസ് ഫോർട്ട് ഓഫ് തങ്കശ്ശേരി, കൊല്ലത്ത് സെന്റ് തോമസ് ഫോർട്ട് എവിടെയാണടാ? കൊല്ലം. ചോദിക്കാം, തങ്കശ്ശേരിയിലാണ്. വാസ് ബിൽഡ് ബൈ ദ പോർച്ചുഗീസ്. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലാണ്, അൽബുഖർക്കിന്റെ ലീഡർഷിപ്പിലാണ്. നമുക്ക് ഇവിടെ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കാം? സെന്റ് തോമസ് ഫോർട്ട് നിർമ്മിച്ചത് ഏത് യൂറോപ്യൻ ശക്തികളാണ്? പോർച്ചുഗീസുകാരാണ്. സെന്റ് തോമസ് ഫോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഏത് ജില്ല? കൊല്ലം ജില്ല. പോർച്ചുഗീസുകാർ ആരുടെ നേതൃത്വത്തിലാണ് ഈ ഫോർട്ട് നിർമ്മിച്ചത്? അൽബുഖർക്കിന്റെ നേതൃത്വത്തിലായിരുന്നു. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് തന്നെ പോയിന്റുകളായിട്ട് ചോദിക്കാം. പിന്നെ ദ പോർച്ചുഗീസ് വൈസ്രോയ് ഹു ഡൈഡ് ഇൻ, ഇദ്ദേഹം 1555 മരിക്കുകയാണ്. ഗോവയിൽ വെച്ചാണ് ഇദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന് ശേഷം വന്നതാണ് ലോപ്പോസോറസ് ഡി അൽബർഗാരിയ. ഇതൊന്ന് ഓർത്ത് വെച്ചോളുക. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സക്സസർ ഓഫ് അൽബുഖർക്ക് എന്ന് പറഞ്ഞിട്ട് ലോപ്പോസോറസിന്റെ പേര് തരാം. അപ്പോൾ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ആൻസറിലേക്ക് വരാൻ പറ്റൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പോകുന്നു വീണ്ടും വാസ്കോഡ ഗാമയുടെ ലാസ്റ്റ് വിസിറ്റ്. നമ്മൾ പറഞ്ഞു 3 പ്രാവശ്യമാണ്. 1498 വാസ്കോഡ ഗാമ വരുന്നു അല്ലെ. പിന്നെ 1502 പിന്നെ വരുന്നത് എപ്പോഴാണ്? 1524 ഇദ്ദേഹം വരുന്നത് അല്ലെ. ഇദ്ദേഹം വരുന്നത് ആരായിട്ടാണ്, എന്തായിട്ടാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നോക്കണം, ഗാമ 3ാമത് അതായത് അദ്ദേഹത്തിന്റെ 3rd വിസിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് വിസിറ്റിൽ വരുന്നത് വൈസ്രോയി ആയിട്ടാണ് വരുന്നത്. 3rd ടൈം. ഏത് വർഷം? ഈ പോയിന്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാം? ഗാമയുടെ അവസാനത്തെ വിസിറ്റ് ഏത് വർഷമായിരുന്നു? 1524. ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് 3ാം തവണ വന്നത്. അത് നമുക്ക് പഠിക്കാം. ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന വർഷം ഏത്? അത് നമുക്ക് പഠിക്കാം. 1524. എത്രാമത്തെ പ്രാവശ്യം? 3ാമത്തെ പ്രാവശ്യം. വേണമെങ്കിൽ 4th 5th എന്നൊക്കെ തരാം. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി ഗാമാസ് റെയിൻ ലാസ്റ്റഡ് ഫോർ 3 months. പക്ഷെ ഇദ്ദേഹത്തിന് 3 മാസമേ ഇവിടെ പോർച്ചുഗീസ് വൈസ്രോയിഷിപ്പ് നിയന്ത്രിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹം മരിച്ചുപോയി അല്ലെ. അദ്ദേഹം 24 ഡിസംബർ 1524 കൊച്ചിയിൽ വെച്ച് അന്തരിച്ചു അല്ലെ. അപ്പൊ എത്ര മാസമാണ്? 3 മാസം മാത്രമേ അദ്ദേഹം വൈസ്രോയി ആയിട്ട് നിലകൊണ്ടുള്ളൂ. കാരണം അദ്ദേഹം 24th ഡിസംബർ 1524 ഇവിടെയും 24 ഉണ്ട്, ഇവിടെയും 24 ഉണ്ട്. ഓർക്കുക, ഡിസംബർ 24ന്റെ പകുതിയാണ്. അപ്പൊ 24th ഡിസംബർ 1524 വാസ്കോഡ ഗാമ മരിക്കുന്നത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാൽ കൊച്ചിയിൽ വെച്ചാണ് മരിക്കുന്നത്. അപ്പൊ അവിടുത്തെ പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാം. പിന്നെ ഹി വാസ് ബറീഡ് ഇൻ ദ പ്രസന്റ് ഡേ സെന്റ് ഫ്രാൻസിസ്. അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്തിയത്, അദ്ദേഹത്തിന്റെ ബോഡി മറവ് ചെയ്തത് എവിടെയാണെടാ? സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഇൻ കൊച്ചി. കൊച്ചിയിലുള്ള സെന്റ് ഫ്രാൻസിസ് ചർച്ചാണ്. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ഗോതിക് ആർക്കിടെക്ചർ. എന്താണിടാ? ഗോതിക് ശൈലി എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഗോതിക് ശൈലി എന്ന് പറയുന്നത് ബിൽഡിങ്സിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ശൈലിയാണ്. ഇത് പോർച്ചുഗീസുകാരുടെ ഒരു കുത്തകയാണ്, അവരുടെ ഒരു ശൈലിയാണ്. അവരുടെ ബിൽഡിങ്സിന്റെ അല്ലെങ്കിൽ അവരുടെ ഫോർട്ടുകളെല്ലാം പണിയുന്ന ഒരു പ്രത്യേക രീതിയാണ് ഗോതിക് ശൈലി എന്ന് പറയുന്നത്. ഗോതിക് ശൈലി ഏത് വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോർച്ചുഗീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓർത്തു വയ്ക്കുക. അപ്പം ഗോതിക് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ ചർച്ചാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചി. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് നമ്മുടെ വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം നോക്കാം. അദ്ദേഹത്തിന്റെ
ബോഡി അടക്കിയത് എവിടെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഗോതിക് ശൈലി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം വീണ്ടും പറയുമ്പോൾ ദ ഫസ്റ്റ് ചർച്ച് ഇൻ ഇന്ത്യ വാസ് ബിൽഡ് ബൈ ദ പോർച്ചുഗീസ്. അപ്പോൾ പോർച്ചുഗീസുകാരാൽ നിർമ്മിക്കപ്പെട്ട ആദ്യ ചർച്ച്, ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ ചർച്ച് ഏത് എന്നാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ഉത്തരം സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചാണ്. എവിടെയാണ്? കൊച്ചിനാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഈ വാസ്കോഡ ഗാമയുടെ പേരിൽ ഒരു സ്ഥലമുള്ളത് ഗോവയിലാണ്, ഓർക്കുക. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ബോഡി നമ്മൾ പറഞ്ഞു സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് ഇദ്ദേഹത്തിന് അടക്കിയെങ്കിലും 1539 ഇദ്ദേഹത്തിന്റെ റിമൈൻസ് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. ജെറോണിമസ് കത്തീഡ്രൽ മൊണാസ്ട്രിയിലേക്ക്, ലിസ്ബണിലുള്ള, പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിലുള്ള മൊണാസ്ട്രിയിലേക്ക്, ജെറോണിമസ് കത്തീഡ്രൽ മൊണാസ്ട്രിയിലേക്ക് ഇദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്തത്. വർഷം 1539. 1524 അദ്ദേഹം മരിക്കുന്നത്. മരിച്ചപ്പോൾ എവിടെയാണ് അടക്കിയത്? സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് അടക്കിയത്. എവിടെയാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച്? കൊച്ചിയിലാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ പറയേണ്ടത് മാനുവൽ, നമ്മൾ കിങ് മാനുവലിനെ, ഡോം മാനുവലിനെ കണ്ടിരുന്നു അല്ലേ? ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു അല്ലേ? ബർത്തലോമിയ ഡയസിനെ ഇങ്ങോട്ട് അയച്ചു, ഒരു വഴി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞയച്ചു. അതിനുശേഷം അതിന് പിറകെ വാസ്കോഡ ഗാമ വരാൻ, ഇതിനെല്ലാം കാരണമായിട്ട് തരുന്ന രാജാവാണ്. അപ്പം കിങ് മാനുവൽ ഡിസ്ക്രൈബ്ഡ്, അദ്ദേഹം വാസ്കോഡ ഗാമയെ ഇങ്ങനെ വിവരിച്ചു. എന്താണ്? അഡ്മിറൽ ഓഫ് ദ ഇന്ത്യൻ ഓഷൻ. അപ്പം ആരാണ് വാസ്കോഡ ഗാമയെ അഡ്മിറൽ ഓഫ് ദ ഇന്ത്യൻ ഓഷൻ എന്ന് വിശേഷിപ്പിച്ചത്? അത് കിങ് മാനുവൽ ആണ്. കിങ് മാനുവൽ ആരെയാണ് അഡ്മിറൽ ഓഫ് ദ ഇന്ത്യൻ ഓഷൻ എന്ന് വിശേഷിപ്പിച്ചത്? അത് വാസ്കോഡ ഗാമയെയാണ്. കിങ് മാനുവൽ വാസ്കോഡ ഗാമയെ എങ്ങനെ വിശേഷിപ്പിച്ചു? അഡ്മിറൽ ഓഫ് ദി ഇന്ത്യൻ ഓഷൻ എന്ന് വിശേഷിപ്പിച്ചു. അപ്പം ഈ 3 രീതിയിൽ നമുക്ക് എന്താണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഹെൻറിക് ഡി മെനസിസ്, ഇദ്ദേഹത്തിനെ കുറിച്ച് വലിയ അറിവൊന്നും നമുക്കില്ല, കാര്യം അതിൻ്റെ ആവശ്യവുമില്ല. മനസ്സിലാക്കേണ്ടത് വാസ്കോഡ ഗാമയ്ക്ക് ശേഷം പോർച്ചുഗീസ് വൈസ്രോയായി ഇന്ത്യയിൽ നിലയുറപ്പിച്ച വ്യക്തിത്വമാണ് ഹെൻറിക് ഡി മെനസിസ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1524 മുതൽ 1526 വരെയാണ്. അത്രയും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. വാസ്കോഡ ഗാമയ്ക്ക് ശേഷം പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന വ്യക്തിയാണ് ആര്? ഹെൻറിക് ഡി മെനസിസ്. അദ്ദേഹത്തിന്റെ കാലഘട്ടവും കൂടെ ഒന്ന് നോക്കി വെക്കുക. ഇനി നമ്മളിത് പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, എന്തെങ്കിലും അതൊരു ടോപ്പിക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. സാമൂതിരി അല്ലേ, കോഴിക്കോട് സാമൂതിരിയാണ് പോർച്ചുഗീസുകാരുടെ വ്യൂ പോയിന്റിൽ ഒരു വില്ലനായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏത് ഡൈനാസ്റ്റിയാണ് ആ കാലഘട്ടത്തിൽ കോഴിക്കോട് ഭരിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ നെടിയിരുപ്പ് സ്വരൂപം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പം നെടിയിരുപ്പ് സ്വരൂപമാണ് സാമൂതിരി, കോഴിക്കോട് സാമൂതിരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഡൈനാസ്റ്റി, ഓർക്കണം. അതിനുശേഷം പറയുകയാണെങ്കിൽ ദ റൂളേഴ്സ് ഓഫ് കോഴിക്കോടിൽ റൂളേഴ്സ് അറിയപ്പെടുന്ന പേരെന്താണ്? സാമുറിൻ അഥവാ സാമൂതിരി എന്നാണ്. ഇനി അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൊറോണേഷനാണ് അരിയിട്ട് വാഴ്ച. അരിയിട്ട് വാഴ്ചയാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കൊറോണേഷനാണ്. അതുപോലെ തന്നെ ദ ആനുവൽ കോൺഫറൻസ് ഓഫ് സ്കോളേഴ്സ്. ശ്രദ്ധിക്കുക, അരിയിട്ട് വായിച്ച ഒരു കൊറോണേഷൻ സെറമണിയാണ് സാമൂതിരിന്റെ കീഴിൽ നടക്കുന്നത്. അതുപോലെ ദ ആനുവൽ കോൺഫറൻസ് ഓഫ് സ്കോളേഴ്സ് എല്ലാം ഒരു വർഷത്തിലൊരിക്കൽ അവരെല്ലാം ഒരു മീറ്റ് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. അതാണ് രേവതി പട്ടംതാനം. ഇതൊരു 7 day ഇവന്റ് ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് രേവതി നക്ഷത്രം, തുലാമാസത്തിലെ രേവതി നക്ഷത്രത്തിലാണ്. അപ്പൊ നമ്മൾ രേവതി പട്ടംതാനം എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊരു ആനുവൽ കോൺഫറൻസ് ഓഫ് സ്കോളേഴ്സ് ആണ്. നെടിയിരുപ്പ് സ്വരൂപത്തിന്റെ ഡൈനാസ്റ്റിയുടെ ഹെഡായ സാമുറിന്റെ കീഴിലാണ് നടക്കുന്നത്, കോഴിക്കോടാണ് എന്നുള്ളതെല്ലാം കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്കുക. പിന്നെ രേവതി പട്ടംതാനം എവിടെയാണ് നടക്കുന്നത്? സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. തളി ടെമ്പിളിലാണ്. തളി ടെമ്പിൾ എവിടെയാണെടാ? കോഴിക്കോട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റുന്ന അരിയിട്ട് വാഴ്ച, അത് ഒരു കൊറോണേഷൻ സെറമണിയാണെന്ന് പറയാം. അതുപോലെ തന്നെ രേവതി പട്ടംതാനം എന്താണ്? അതൊരു കോൺഫറൻസ് ഓഫ് സ്കോളേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഒരു 7 ദിവസമുള്ള തുലാമാസത്തിലാണ്, രേവതി നക്ഷത്രത്തിലാണ് ആരംഭിക്കുന്നത്. ഇത് നടക്കുന്നത് തളി ടെമ്പിളിലാണ്, കോഴിക്കോടുള്ള. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഓർത്തു വയ്ക്കും. ദ പ്രൈം മിനിസ്റ്റർ. അപ്പൊ ഇവിടെ അടുത്തത് നമുക്ക് ഇദ്ദേഹത്തിനെ അറിയാം, മങ്ങാട്ടച്ഛൻ അല്ലേ? നമ്മള് മോഹൻലാൽ സാറിന്റെ ഒരു സിനിമയല്ലേ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയിൽ നമ്മൾ മങ്ങാട്ടച്ഛൻ, അർജുന്റെ അച്ഛനായിട്ടൊക്കെ അഭിനയിച്ച വ്യക്തിത്വത്തെ നമ്മൾ കണ്ടതാണ്. അപ്പം മങ്ങാട്ടച്ഛൻ എന്താണെന്ന് അപ്പം ആ കാലഘട്ടത്തിൽ സാമൂതിരിയുടെ പ്രധാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു ആര്? മങ്ങാട്ടച്ഛൻ. ഈ മങ്ങാട്ടച്ഛനാണ് രേവതി പട്ടംതാനത്തിലുള്ള വിജയികളെ അനൗൺസ് ചെയ്യുന്നത്, അല്ല വിന്നേഴ്സിനെയൊക്കെ അനൗൺസ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയായിരുന്ന മങ്ങാട്ടച്ഛനാണ്. അപ്പൊ സാമൂറിന്റെ പ്രധാനമന്ത്രിയായിരുന്നു മങ്ങാട്ടച്ഛൻ. പിന്നെ നമുക്ക് പറയാനുള്ളത്
ഒരു പുസ്തകമാണ്, വേണമെങ്കിൽ ചോദിക്കാം അല്ലെ. കോഴിക്കോടിന്റെ ഒറിജിനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമൂതിരിയുടെ ഒറിജിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പുസ്തകമുണ്ട്. അത് എന്താണ്? ആ പുസ്തകത്തിന്റെ പേരാണ് കേരളോൽപ്പത്തി. എന്താണെടാ? കേരളോൽപ്പത്തി. ഇനി ആ സമയത്ത് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണെങ്കിൽ കൂടി ഓർത്ത് വെക്കുക. മാനവിക്രമൻ രാജയായിരുന്നു നെടിയിരുപ്പ് സ്വരൂപത്തിലെ, അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ വന്ന സമയത്തുള്ള സാമൂതിരി ആരായിരുന്നു? അത് മാനവിക്രമൻ രാജയായിരുന്നു. പിന്നെ പറയേണ്ടത് ദ സിറ്റി ഓഫ് കൊടുങ്ങല്ലൂർ വാസ് ക്യാപ്ചർഡ്. അപ്പം സാമൂതിരിയിൽ നിന്നും കൊടുങ്ങല്ലൂർ സിറ്റി ക്യാപ്ചർ ചെയ്യുന്ന വർഷം ഏതാണ്? അത് 1504 എന്നാണെടാ? 1504. അപ്പം ഇപ്പം നമ്മൾ സാമൂതിരിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിൽ അതൊക്കെ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വരണം. അറിയിട്ട വാഴ്ച എന്താണ്, അതുപോലെ തന്നെ രേവതി പട്ടത്താനം എന്തായിരുന്നു, മാനവിക്രമൻ രാജ ആരായിരുന്നു, ഏത് സാമൂതിരിയായിരുന്നു, ഏത് സ്ഥലമായിരുന്നു, കോഴിക്കോടായിരുന്നു, ഓർത്തു വെക്കണം അല്ലെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡൈനാസ്റ്റിയുടെ പേര് നെടിയിരുപ്പ് സ്വരൂപം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് കണക്ട് ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ ഹീറോസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കുഞ്ഞാലി മരക്കാർ. വളരെ കുഞ്ഞുകാലത്ത് തന്നെ കുഞ്ഞാലി മരക്കാർ എന്ന് കേൾക്കുമ്പം ഒരു വ്യക്തിയാണെന്നും അതുപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ അറ്റാക്ക് രീതികളെല്ലാം നമ്മൾ കണ്ടതായിരുന്നു. പിന്നീട് പിൽക്കാലത്തേക്ക് നമ്മൾ സിനിമകളിലൂടെ അദ്ദേഹത്തെ കൂടുതൽ നമുക്ക് മനസ്സിലായി കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അതൊരു ഒരു ഹെഡ് നെയിം ആയിരുന്നു അല്ലേ. അതൊരു പേരാണ്, ഒരു തലക്കെട്ടാണ്. അപ്പൊ ആർക്ക് കൊടുത്ത തലക്കെട്ട്? അവരെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. 1524, 1600 കാലഘട്ടങ്ങളിൽ അല്ലെ പോർച്ചുഗീസുകാരെ ഒന്ന് വിറപ്പിച്ച ഇന്ത്യൻ നാവികസേനയുടെ ഒരു മുഖമായിരുന്നു കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം കൂടുതലായിട്ട്. അപ്പൊ ദ നേവൽ ചീഫ്സ് ഓഫ് സാമറിൻ. ആരായിരുന്നു കുഞ്ഞാലി മരക്കാർ എന്ന് ചോദിച്ചാൽ സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്നു അല്ലെ. കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് ആണ് എന്ത്? കുഞ്ഞാലി മരക്കാർ എന്ന്. ദ നേവൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ സാമറിൻ അറ്റ് ദ ടൈം ഓഫ് അറൈവൽ ഓഫ് വാസ്കോ ഡ ഗാമ. അതായത് വാസ്കോ ഡ ഗാമ വരുന്ന സമയത്ത് ഈ നേവൽ സാമൂതിരിയുടെ നേവൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നടാ? പൊന്നാനിയിലായിരുന്നു. ചോദിക്കാം, ഒരു ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാം അല്ലെ. വാസ്കോ ഡ ഗാമ അഥവാ പോർച്ചുഗീസ് അറൈവൽ സമയത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സാമറിൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പൊന്നാനിയിലായിരുന്നു എന്ന് നമുക്ക് പറയാം. ദെൻ ഫസ്റ്റ് നേവൽ ചീഫ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ, ഇന്ത്യയുടെ മൊത്തം ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ നാവിക പടത്തലവന്മാർ ചീഫായിരുന്നു ആര്? കുഞ്ഞാലി മരക്കാർ. ഓക്കെ, അവരുടെ ഒരു ടെക്നിക്കായിരുന്നു ഗറില്ല വാർഫെയർ ടെക്നിക്സ്. അപ്പം ഗറില്ല വാർഫെയർ ടെക്നിക്സും കുഞ്ഞാലി മരക്കാസ് ഉപയോഗിച്ചിരുന്നു എന്ന് ഓർത്തു വെക്കുക. നമുക്കറിയാം പഴശ്ശിരാജ അതുപോലെ താന്തിയ തോപ്പൊക്കെ ഇന്ത്യയിൽ മറ്റ് പ്രശസ്തരായ വ്യക്തികൾ ഉപയോഗിച്ചിരുന്ന അതേ ടെക്നിക്ക് ആരും ഉപയോഗിച്ചിരുന്നു? കുഞ്ഞാലി മരക്കാർ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിത്വങ്ങളും ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, മരക്കാർ ബേസ് എവിടെയാണെടാ? ഇങ്ങനെ ചോദിക്കാം, മരക്കാർ ബേസ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ പുതുപ്പട്ടണം ഫോർട്ട് എന്ന് എഴുതണം, അല്ലെങ്കിൽ എവിടെയാണ് പുതുപ്പട്ടണം ഫോർട്ട്? കോഴിക്കോട് വടകരയ്ക്കടുത്തുള്ള പുതുപ്പട്ടണം ഫോർട്ട്. പുതുപ്പട്ടണം ഫോർട്ട് ഓർക്കുക. ദ മരക്കാർ ഫോർട്ട് അറ്റ് പുതുപ്പട്ടണം നിയർ വടകര ഇൻ ദ കോഴിക്കോട് ഡിസ്ട്രിക്ട്സ് വാസ് ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇതായിരുന്നു അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പൊ കുഞ്ഞാലി മരക്കാരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതായിരുന്നടാ? പുതുപ്പട്ടണം കോട്ടയായിരുന്നു. എവിടെയായിരുന്നു? കോഴിക്കോട് വടകരയ്ക്ക് അടുത്ത്. ഓക്കെ, ദർ ഇസ് നോ സ്പെസിഫിക്, അതായത് ഇവരെ കുറിച്ച് എവിടെ നിന്നാണ് ഈ കുഞ്ഞാലി മരക്കാർ വന്നത് എന്നൊരു കൃത്യമായിട്ട് ഒരു ചരിത്ര പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിട്ടില്ല. കുഞ്ഞാലി മരക്കാർ എന്ന വ്യക്തിത്വങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആരാണ് കുഞ്ഞാലി മരക്കാർ, അല്ലെങ്കിൽ അവരെവിടെ നിന്ന് വന്നു, അവരുടെ ഒറിജിനെ കുറിച്ചൊന്നും കൂടുതൽ വിശദമായിട്ടുള്ള അറിവുകൾ ലഭ്യമല്ല. പിന്നെ പറയപ്പെടുന്നു അവർ കൊച്ചിയിൽ നിന്നും പൊന്നാനിയിലേക്ക് കുടിയേറി പിന്നീട് അവർ സാമൂതിരിയുടെ പടത്തലവന്മാരുടെ ആ റോളിലേക്ക് വരുന്നു എന്നാണ് പഠനങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി ഏറ്റവും വളരെ വിഷമമായിട്ടുള്ള കാര്യം, സാമൂതിരിയുടെ പടത്തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാര് പിന്നീട് അവസാന കാലഘട്ടത്തിൽ കുഞ്ഞാലി മരക്കാരുടെ അവസാന കാലഘട്ടത്തിൽ സാമൂതിരിയുമായിട്ട് ശത്രുതയിലാവുകയും എന്ത് ചെയ്യുന്നു? സാമൂതിരി തന്നെ സാമൂതിരിയുടെ നേതൃത്വത്തിൽ തന്നെ പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരക്കാരെ ക്യാപ്ചർ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ സിനിമയിലൂടെ കണ്ടതാണ്, ചരിത്രത്തിലൂടെ മനസ്സിലാക്കിയതാണ്. ഇനി നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞാൽ 4 കുഞ്ഞാലി മരക്കാർമാരാണ് പ്രശസ്തരായിട്ട് നമുക്കറിയാന്നുള്ളത്. അവരുടെ ഒരു യുദ്ധമുറകൾ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു, വളരെ രസകരമായിരുന്നു. പക്ഷേ പോർച്ചുഗീസുകാരെ ഭയപ്പെടുത്താൻ അത് ധാരാളമായിരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പം അവരുടെ കാലഘട്ടം 1524, 1600 എന്ന് ഓർക്കുക. കുഞ്ഞാലി മരക്കാർ ഓഫ് പ്രധാനപ്പെട്ട 4 കുഞ്ഞാലി മരക്കാരാണ്. അത് കൃത്യമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേ ഉള്ളൂ. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം.
ആദ്യത്തെ കുഞ്ഞാലിമരയ്ക്കാരൻ്റെ പേരാണ് കുഞ്ഞാലിമരയ്ക്കാർ ഒന്നാമൻ. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കുട്ടിയലി എന്നാണ്. നോക്കടാ, ആദ്യം നമ്മൾ കുട്ടിയായിരിക്കില്ലേ, അപ്പം ആദ്യത്തെ കുഞ്ഞാലിമരയ്ക്കാർ കുട്ടിയലി. ഓക്കെ, കുട്ടിയലിക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ 1224 കാലഘട്ടം അല്ലേ, വാസ്കോഡി ഗാമയൊക്കെ അന്തരിച്ചു. ആ അതും കൂടെ നിങ്ങളൊന്ന് കണക്ട് ചെയ്തോളൂ. ഇദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലാണ് നേവൽ ഫോഴ്സ് ഉയർന്നു വരുന്നത്. അതായത് പോർച്ചുഗീസുകാർക്ക് ഭീമമായ നഷ്ടം ഉണ്ടാക്കി വെക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ അറ്റാക്കിംഗ് രീതി പറയുന്നതാണ് ഹിറ്റ് ആൻഡ് റൺ സ്ട്രാറ്റജി, അടിച്ചിട്ട് ഓടിക്കളയുക എന്നുള്ളത്. അതായത് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് അറ്റാക്ക് ചെയ്ത് വൻ നാശനഷ്ടം ഉണ്ടാക്കും, അതിനുശേഷം ഇവരെ അപ്രത്യക്ഷമാവുന്ന ഒരു അവസ്ഥ. ഹിറ്റ് ആൻഡ് റൺ സ്ട്രാറ്റജി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഞ്ഞാലി മരയ്ക്കാറുമായിട്ട്. കൃത്യമായിട്ട് ഏത് കുഞ്ഞാലി മരയ്ക്കാർ? അത് കുട്ടിയാലി ആദ്യത്തെ മരയ്ക്കാർ. ഇത്രയും ഓർത്ത് വയ്ക്കാം. പിന്നെ പറയുന്നത് ഇദ്ദേഹം യൂസ് ചെയ്യുന്നത് ലൈറ്റ് ആംഡ് മോഡ്സ് ആണ്, വെയിറ്റ് കുറഞ്ഞ പായ്ക്കപ്പൽ. അപ്പം വരാനും പോകാനും ഒക്കെ എളുപ്പമായിരിക്കും, വരുന്നതും അറിയില്ല പോകുന്നതും അറിയില്ല. ഇത് ശ്രീധരൻ സാറിന്റെ പുസ്തകമുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് കേരള ചരിത്രം. അതിലാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. ഇദ്ദേഹം ലൈറ്റ് ആംഡ് ആയിട്ടുള്ള വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുള്ള പായ് കപ്പലുകൾ ഉപയോഗിച്ച് ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന നേരത്ത് പോർച്ചുഗീസുകാരെ അറ്റാക്ക് ചെയ്യുക. അദ്ദേഹത്തിന് വിനോദമായിരുന്നു. അറ്റാക്ക് ചെയ്തിട്ട് അവരെ ഒരുപാട് ക്രൂവിനെയൊക്കെ കൊല്ലുകയും അതുപോലെ തന്നെ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ കടന്നു കളയുകയും ചെയ്യുന്ന പോളിസി. അപ്പൊ ഇവിടുന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഹിറ്റ് ആൻഡ് റൺ സ്ട്രാറ്റജി ഉപയോഗിച്ചത് ആരാണ്? കുഞ്ഞാലി മരയ്ക്കാർ ഒന്നാമനാണ്, പോർച്ചുഗീസുകാർക്ക് എതിരായിട്ടാണ്. പിന്നെ പറയുമ്പോൾ 1528 ഇദ്ദേഹത്തിനെ പിടിക്കുന്നു അല്ലെ. 1500 ഇദ്ദേഹത്തിനെ പിടിച്ചിട്ട് ജയിലിലിടുകയും അദ്ദേഹത്തിനെ 1531 ഒന്നാമത്തെ കുഞ്ഞാലി മരയ്ക്കാരനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. തുടർന്ന് രണ്ടാമത്തെ കുഞ്ഞാലി മരയ്ക്കാർ വരുന്നു. രണ്ടാമത്തെ കുഞ്ഞാലി മരയ്ക്കാരന്റെ പേരെന്താണെടാ? കുട്ടി പോക്കറലി. അപ്പൊ ആദ്യം എന്താണ്? കുട്ടിയായിരുന്നു, പിന്നെ ഇത്തിരി പോക്കിരിയായിരുന്നു എന്ന് ആലോചിച്ചോ. അപ്പൊ കുട്ടി പോക്കറലി അങ്ങനെയല്ല, യഥാർത്ഥത്തിലല്ല, അദ്ദേഹത്തിനെ അങ്ങനെ വിശേഷിപ്പിച്ചതാണ് പോക്കറലി. ഓക്കെ, കുട്ടി പോക്കറൽ എന്നറിയപ്പെടുന്നതാണ് രണ്ടാമത്തെ കുഞ്ഞാലി മരയ്ക്കാർ. ഇദ്ദേഹം എന്ന് പറയുന്നത് വളരെ ഹീറോയിക് ആയിട്ട് പോർച്ചുഗീസിന്റെ കോട്ടകളെ തകർക്കുകയും അതുപോലെ ഇദ്ദേഹത്തിന് അതൊരു എന്താണ് എന്റർടൈൻമെന്റ് തന്നെയായിരുന്നു. കില്ലിംഗ് ദർ എൻറ്റർ ക്യൂവാസസ് എന്റർടൈൻമെന്റ്, അങ്ങനെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദ ഫസ്റ്റ് നേവൽ ഫോഴ്സ് ഓൺ ദ ഇന്ത്യൻ കോസ്റ്റ് വാസ് ഫോംഡ് ബൈ, ഒരു നേവൽ ഫോഴ്സ് ആയിട്ട് ഹിറ്റ് ആൻഡ് റൺ പോളിസിയാണ്, എന്നാൽ ഒരു നേവൽ ഫോഴ്സ് എന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്ത ആദ്യത്തെ കുഞ്ഞാലി മരയ്ക്കാറാണ് കുഞ്ഞാലി സെക്കൻഡ് എന്ന് ഓർത്തു വെക്കുക. 1531 പോർച്ചുഗീസുകാർ ചാലിയം ഫോർട്ട് നിർമ്മിക്കുന്നു. ഓക്കെ, ടു കൗണ്ടർ ദ അറ്റാക്സ് ഓഫ് കുഞ്ഞാലി മരയ്ക്കാർ ഒരു ശല്യമായിട്ട് മാറി. അപ്പം അവരുടെ അറ്റാക്കിനെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രതിരോധിക്കണം. അതിനുവേണ്ടി 1531 ചാലിയം ഫോർട്ട്, അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 1533 പോർച്ചുഗീസുകാർ ചാലിയം ഫോർട്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ആരുടെ അറ്റാക്കിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ്? കുഞ്ഞാലി മരയ്ക്കാരൻ്റെ അറ്റാക്കിനെ പ്രതിരോധിക്കുന്നു. എവിടെയാണ്? കോഴിക്കോടാണ്. ഇവിടെ നമുക്ക് 4 പോയിന്റ് കിട്ടും. വർഷം, ഏത് വിദേശ ശക്തിയാണ്, പേരെന്താണ്? ചാലിയം ഫോർട്ട്, സ്ഥലം കോഴിക്കോടാണ്, ആർക്കെതിരായിട്ടാണ്? മരയ്ക്കാരന്മാർക്ക് എതിരായിട്ടാണ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ ഓർത്തോളാം. പിന്നെ പറയുകയാണെങ്കിൽ ചാലിയം ഫോർട്ട് അറിയപ്പെടുന്നത് എന്താണെടാ? കാനോൺ ദാറ്റ് വാസ് പോയിന്റഡ് അഗെയിൻസ്റ്റ് ദ ത്രോട്ട് ഓഫ് ദി സാമുറൻ. സാമുദ്രിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന വിശേഷണമാണ് ചാലിയം ഫോർട്ടിനുള്ള. അപ്പൊ ചാലിയം ഫോർട്ടിനുള്ള വിശേഷണം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, കാനോൺ ദാറ്റ് വാസ് പോയിന്റഡ് അഗെയിൻസ്റ്റ് ദ ത്രോട്ട് ഓഫ് ദി സാമുറൻ. താഴെ കുറെ ഫോർട്ടുകളുടെ പേര് തരും. ഏതാണ്? അത് ചാലിയം ഫോർട്ടാണ്. അപ്പൊ 1531 ചാലിയം ഫോർട്ട്. പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരയ്ക്കാർക്കെതിരായിട്ട് കോഴിക്കോടിൽ ഒരു ഫോർട്ട് സ്ഥാപിച്ചതാണ്. ഓക്കെ അല്ലേ? ഇനി പറയുകയാണെങ്കിൽ പോർച്ചുഗീസ് ഗവർണർ. ഇനി ആരാണ്, ഏത് പോർച്ചുഗീസ് ഗവർണറാണ് നമുക്ക് ഈ ഒരു ചാലിയം കോട്ട് ബിൽഡ് ചെയ്തത് എന്ന് ചോദിച്ചാലാണെങ്കിലോ അത് കുൻഹയാണ്. നുനോഡ കുൻഹ. അപ്പം എന്താണ്? നുനോഡ കുൻഹ, കാനൻ കുൻഹ എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോളൂ. അപ്പം കുൻഹയാണ് എന്താണ് ഈ ചാലിയം ഫോർട്ട് ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് 1530 ഹെഡ് ക്വാർട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്തത് ആരാണ്? നമ്മുടെ കുൻഹയാണ് അല്ലേ. ഡിസൈഡ് ചെയ്തത് ആരാണ്? അൽബൂക്കർക്കാണെന്ന് പറഞ്ഞു. അതേ കുൻഹയാണ് എന്ത് നിർമ്മിച്ചത്? ചാലിയം ഫോർട്ട് നിർമ്മിക്കുന്നതിന്റെ പുറകിൽ പ്രവർത്തിച്ച പോർച്ചുഗീസ് വ്യക്തിത്വം. അടുത്ത കാര്യം, കുഞ്ഞാലി മരയ്ക്കാർ തേർഡാണ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് പട്ടുമരയ്ക്കാരെന്നും പടമരയ്ക്കാരെന്നും പടൈ മരയ്ക്കാറും എന്നൊക്കെ അറിയപ്പെടുന്നത് കുഞ്ഞാലി മൂന്നാമനാണ്. കുഞ്ഞാലി മൂന്നാമനെ കുറിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട്, നമുക്ക് നോക്കാം. ഹി ഈസ് നോൺ ആസ് ദ ലയൺ ഓഫ് ദി അറേബ്യൻ സീ. ലയൺ ഓഫ് ദി അറേബ്യൻ സീ എന്ന വിശേഷണമുള്ള മരയ്ക്കാർ 3 തേർഡ് കുഞ്ഞാലി. അപ്പം പട്ടുമരയ്ക്കാർ, പടൈ മരയ്ക്കാർ, പടമരയ്ക്കാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണിടാ? മൂന്നാമത്തെ. അപ്പൊ ആദ്യത്തേത് ആരാണ്? കുട്ടിയലി, കുട്ടി പോക്കറലി. അടുത്തതാണ് പട്ട്.
പോക്കിന് കാണിച്ച് എന്ത് ചെയ്തു, ഒരു പട്ട് കിട്ടിയെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പട നയിക്കാനുള്ള ഒരു ഗൈഡൻസ് കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ മൂന്നാമത്തേത് പടൈമരക്കാർ അല്ലെങ്കിൽ പട്ടുമരക്കാർ. അപ്പോൾ ഇദ്ദേഹമാണ് ലയൺ ഓഫ് ദ അറേബ്യൻ സീ എന്ന വിശേഷണമുള്ളത്. ഹി വാസ് ദ ഓൺലി മരക്കാർ ഹു റിമൈൻഡ് അൺഡിഫീറ്റഡ് ഇൻ ബാറ്റിൽ. നമ്മൾ മൊത്തത്തിൽ 4 മരക്കാന്മാരെ കുറിച്ച് പഠിച്ചതിൽ മൂന്നാമന് എന്തില്ല, തോൽവിയില്ല. ഇദ്ദേഹം തോറ്റിട്ടേ ഇല്ല, അൺഡിഫീറ്റഡ് ആണ്. ഇദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. കാര്യം പട മരക്കാറാണ്, അല്ലെ, പട നയിക്കാനുള്ള നല്ല കഴിവുണ്ട്. അപ്പം അദ്ദേഹത്തിന് തോൽപ്പിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഹി ഹെൽപ് ദ സാമുറിൻ റീക്യാപ്ചർ ചാലിയം ഫോർട്ട് ഫ്രം ദി പോർച്ചുഗീസ്. അത് മാത്രമല്ല 1531 പണി കഴിപ്പിച്ച ചാലിയം ഫോർട്ട് പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുക്കാൻ സാമൂതിരിയെ സഹായിച്ച കുഞ്ഞാലിമരക്കാർ ഏത് എന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ കുഞ്ഞാലിമരക്കാരായ പടൈമരക്കാർ, പട്ടുമരക്കാർ, പടമരക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലിമരക്കാർ 3 ആണ്. ഇനി അത് മാത്രമല്ല, ചാലിയങ്കോട്ട് പിടിച്ചെടുക്കുക മാത്രമല്ല, കൃത്യമായിട്ട് പറയുന്നു ഡീമോളിഷ് ചെയ്തു, തവിട് പൊടിയാക്കി. ഓക്കെ, നോട്ട് 1 സ്റ്റോൺ വാസ് ലെഫ്റ്റ് ഓൺ ദ ടോപ്പ് ഓഫ് അനദർ. ഒരു കല്ലിന്റെ മുകളിൽ ഒരു കല്ലില്ലാത്ത രീതിയിൽ അതിനെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. He obtained permission from the Samurin to build a fort and a storehouse. അത് മാത്രമല്ല, അതിനുശേഷം ഇദ്ദേഹത്തിന് സാമുദ്രിയുടെ പുതുപ്പണം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫോർട്ട് ബിൽഡ് ചെയ്യാനുള്ള അനുമതിയും ഇദ്ദേഹത്തിന് കിട്ടി, അല്ലേ. എന്തായാലും ചാലിയം ഫോർട്ടൊക്കെ തോൽപ്പിച്ചു, അൺഡിഫീറ്റഡ് ആയിരുന്നു, പോർച്ചുഗീസുകാർക്ക് തലവേദനയായിരുന്നു. പോർച്ചുഗീസുകാർ പോലും ഒന്ന് പകച്ചു നിന്നതുകൊണ്ട് തന്നെ സാമൂതിരി ഇദ്ദേഹത്തിൽ ഭയങ്കര സംതൃപ്തനായിരുന്നു. ഇദ്ദേഹത്തിന് പുതുപ്പണം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫോർട്ട് നിർമ്മിച്ചു തന്നെ കൊടുത്തു എന്നും പറയപ്പെടുന്നുണ്ട്. നിർമ്മിക്കാനുള്ള അധികാരം കൊടുത്തു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. മരക്കാർ ഫോർട്ട് അല്ലെങ്കിൽ പുതുപ്പണം ഫോർട്ട് എന്ന് പറയുന്നത് ഏത് കുഞ്ഞാലി മരക്കാറാണ് ബിൽഡ് ചെയ്തെന്ന് എടുത്തു ചോദിച്ചാൽ അത് കുഞ്ഞാലി മരക്കാർ 3 ആണ്. അപ്പൊ പുതുപ്പണം ഫോർട്ട് തന്നെയാണ് മരക്കാർ ഫോർട്ട് എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇനി ഫത്തുൽ മുബീൻ എന്ന് പറയുന്നത് ഇവിടെ വെച്ച് കണക്ട് ചെയ്ത് പറയാനുള്ള കാര്യം, ഇത് 16-ാം നൂറ്റാണ്ടിലെ ഒരു അറബിക് പോയമാണ്. വർഷം ഓർത്തു വയ്ക്കാം, 16th സെഞ്ചുറിയിലുള്ള ഭാഷ ആലോചിക്കുക, അറബിക് പോയമാണ്. ഇതിൽ വിക്ടറി ഓഫ് കുഞ്ഞാലി തേർഡിന്റെ വിജയത്തെക്കുറിച്ച് കൃത്യമായിട്ട് പരാമർശമുള്ള ഒരു പുസ്തകമാണ് ഫത്തുൽ മുബീൻ. ഇതെന്താണ്? കുഞ്ഞാലി മരക്കാർ 3 എങ്ങനെയാണ് സാമുദ്രിയെ ചാലിയം ഫോർട്ട് തിരിച്ചു പിടിക്കാൻ സഹായിച്ചത് എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഇതിവൃത്തം. അപ്പം വർഷം ഏത് നൂറ്റാണ്ടാണ്? 16-ാം നൂറ്റാണ്ടാണ്. ഏത് ഭാഷ? അറബിക് ഭാഷയാണ്. ഓക്കെ, അതൊന്ന് ആലോചിച്ച് വെക്കാം. ഇനി ആരാണ് ഫത്തുൽ മുബീൻ എഴുതിയത്? കാസി മുഹമ്മദ് ആണ് ഫത്തുൽ മുബീൻ എഴുതിയത്. അപ്പൊ കാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടില് എന്തെഴുതിയതാണ്? അറബി ഭാഷയിൽ എഴുതിയ ഒരു പോയമാണ്. ഇതിൽ പറയുന്നത് എങ്ങനെയാണ് കുഞ്ഞാലി മരക്കാർ 3 സാമൂതിരിയെ ചാലിയം ഫോർട്ട് പിടിച്ചെടുക്കാൻ സഹായിച്ചത് എന്നതാണ്. ഓക്കെ, അപ്പൊ കാസി മുഹമ്മദിനെ ഓർക്കും, ഫത്തുൽ മുബീനും ഓർക്കും. ഓക്കെ, ഇനി മലയാളം മീനിങ് ഓഫ് ദി അറബ്. ഇവിടെ ഫത്തുൽ മുബീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? വ്യക്തമായ വിജയം. എന്താണ് അർത്ഥം? വ്യക്തമായ വിജയം എന്നതാണ് ഇതിൽ പറയുന്നത്. ഇത് ഒരു SCERT പോയിന്റിലുള്ള ഒരു സംഭവമാണ്. അതിൽ വന്ന ഒരു സംഭവമാണ്, ഇസ്ലാം മതത്തിനും ഹിന്ദുധർമ്മത്തിനും വേണ്ടി ഒരുപോലെ പോരാടിടും ഹിന്ദുവായുള്ള ഒരു രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താൻമാരെ എന്ന വരികൾ അക്കാലത്തെ സാമുദായിക സൗഹാർദ്ദത്തെ സൂചിപ്പിക്കുന്നു. അന്ന് എത്ര സ്നേഹത്തോടുകളാണ് ഹിന്ദുസും മുസ്ലിംസും വർദ്ധിച്ചിരുന്നത് എന്ന് നമുക്ക് ഈ പോയത്തിലെ കുറച്ച് വരികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഫത്തുൽ മുബീനിലുള്ള കുറച്ച് ഏതാനും വരികളാണ് ഈ നിങ്ങളുടെ മുമ്പിൽ. ഇത് നമുക്ക് SCERT പോയിന്റ് ഓഫ് വ്യൂവിൽ ടെക്സ്റ്റ് ബുക്സിലുള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ചാലിയം ഫോർട്ട് കൂടെ നോക്കിയിട്ട് വരാം. ചാലിയം ഫോർട്ട് എന്ന് പറയുന്നത് എന്താണ്? നെയിം ഓഫ് ദ ഫോർട്ട് ബിൽഡ് ബൈ ദ പോർച്ചുഗീസ് ടു ഫേസ് ദ ത്രെറ്റ് ഓഫ് കുഞ്ഞാലി മരക്കാർ എന്ന ചോദ്യം വെസ്റ്റേൺ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ചെയ്താൽ ചാലിയം ഫോർട്ടാണ്. മുല്ലമേൽ ഫോർട്ട് എന്നും ഒരു പേരുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിച്ചുകൂടാന്ന് പറയാനും പറ്റില്ല. ഇനി ഏത് വർഷമാണ് എന്ന് ചോദിക്കാം. 1531. ഓക്കെ, പോർച്ചുഗീസ് വൈസ്രോയ് നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയ് നുനോഡ കുൻഹെ ആയിരുന്നു. ഓക്കെ, ഇത് പോർച്ചുഗീസുകാരാൽ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട 5ാമത്തെ ഫോർട്ടാണ് ചാലിയം ഫോർട്ട്. ഓക്കെ, ചാലിയം ഫോർട്ടുമായിട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചാലിയം ഫോർട്ട് എന്ന് കേൾക്കും നിങ്ങളുടെ മനസ്സിൽ വരണം. 1531 കുൻഹയാണ് പണി കഴിപ്പിച്ചത്. കുഞ്ഞാലി മരക്കാരുടെ അക്രമങ്ങളെ തടയുന്നതിന് വേണ്ടിയാണ്
ഓക്കെ. അപ്പം അതുപോലെ തന്നെ സാമുദ്രിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന വിശേഷണമുള്ള ഫോർട്ടാണ്. 5ാമത്തെ പോർച്ചുഗീസുകാരാൽ നിർമ്മിക്കപ്പെട്ട 5ാമത്തെ ഫോർട്ടാണ്. അതുപോലെ മുല്ലമേൽ ഫോർട്ട് എന്നൊരു പേരും കൂടി ഉണ്ട് എന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പറയാനുണ്ട്. അത് നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ പരിചയപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.